ഞങ്ങളുടെ ദൈവമേ നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു കർത്താവെ. ഞങ്ങൾക്ക് ഇങ്ങനെ ഒരു അവസരം കർത്താവെ അങ്ങ് ഒരുക്കിയതിനായി നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു കർത്താവെ. ഹല്ലേലൂയ. പല സ്ഥലങ്ങളിലായിരുന്ന ഞങ്ങളെ കർത്താവെ ഈ സൂമിൽ കൂടെ കർത്താവെ ഒരുമിപ്പിച്ച് കർത്താവെ ഇങ്ങനെ ഒരു വിഷയം കർത്താവ് സംസാരിക്കുവാനും അത് പഠിക്കുവാനും കർത്താവെ അതനുസരിച്ച് ഞങ്ങളുടെ ജീവിതം മുന്നോട്ട് നീക്കുവാനും അനേകർക്ക് കർത്താവെ ഞങ്ങൾ വെളിച്ചമായി, അനേകർക്ക് വഴികാട്ടിയായി, അനേകർ കർത്താവെ മാതൃകയായി, അനേകർക്ക് കർത്താവെ ഹല്ലേലൂയ ഈ സത്യം പറഞ്ഞു കൊടുക്കുന്നവരായി കർത്താവെ എന്തെന്ന് കർത്താവെ ഓരോ വിഷാദങ്ങളെ രോഗങ്ങളെ പറ്റി കർത്താവെ ഞങ്ങളെ പഠിപ്പിക്കുമ്പോൾ അത് നന്നായി ഞങ്ങൾക്ക് മനസ്സിലാകുവാനും അങ്ങനെയുള്ളവരെ കണ്ടുമുട്ടുമ്പോൾ കർത്താവെ ഞങ്ങൾക്ക് ഹല്ലേലൂയ അവരെ ഒന്ന് കർത്താവെ ആശ്വസിപ്പിക്കുവാനും അവർക്കൊരു താങ്ങായി തണലായി നിന്ന് കർത്താവെ അവരോട് കർത്താവ് സംസാരിക്കുവാൻ ഞങ്ങളെ ബലപ്പെടുത്തണമേ കർത്താവെ. ഞങ്ങളുടെ കൃപ ഞങ്ങളോട് കൂടെ ഇരിക്കണമേ. ഞങ്ങളായിരിക്കുന്ന സ്ഥാനങ്ങളെല്ലാം ഞങ്ങളെ ഭദ്രമായി ചെറുകടി സൂക്ഷിക്കണമേ കർത്താവെ. ക്ലാസ് എടുക്കുന്ന സാറിനെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു കർത്താവെ. ഇത്രത്തോളം കർത്താവെ അങ്ങ് നിർത്തിയ കൃപയ്ക്കായി സ്തോത്രം കർത്താവെ. വീണ്ടും അനേകരെ പഠിപ്പിക്കുവാനും കർത്താവെ അനേകർക്ക് കർത്താവെ ഇതൊരു ഹല്ലേലൂയ ഒരു കർത്താവ് മുന്നോട്ടുള്ള ജീവിതയാത്രയിൽ അവർക്ക് കർത്താവെ വഴികാട്ടിയായി തീരുവാൻ എല്ലാവരെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. ഇത്രത്തോളം കർത്താവെ ഞങ്ങളെ എല്ലാവരും കൂട്ടി വരുത്തിയ കൃപയ്ക്കായി സ്തോത്രം. പ്രാർത്ഥന കേട്ട കൃപയ്ക്കായി സ്തോത്രം. സകലവും ഞങ്ങൾക്കായി ജീവൻ നസ്രയനായ യേശുക്രിസ്തുവിന്റെ വിലയേറിയ നാമത്തിൽ തന്നെ ആമേൻ. ആമേൻ. പ്രാർത്ഥിച്ച പ്രിയ സഹോദരിയെ ഒരു നന്ദി അറിയിക്കുന്നു. ദൈവം നാളെ അനുഗ്രഹിക്കട്ടെ. തുടർന്ന് നമുക്ക് മനോഹരമായിരിക്കുന്ന ഒരു ഗാനം കേൾക്കാം. അതിനായിട്ട് ബ്രദർ സാംകുട്ടി MBA ക്ഷണിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. കേൾക്കുന്നുണ്ടല്ലോ? കേൾക്കാം. ഓക്കെ, പാടിക്കോളൂ. പ്രൈസ് ദി ലോർഡ്. ദൈവനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. ദൈവം എല്ലാവരും അനുഗ്രഹിക്കട്ടെ. ഞാൻ ഒരു പാട്ട് ദൈവസന്നിധിയിൽ പാടാൻ ആഗ്രഹിക്കുന്നു. നിൻ തിരു സന്നിധിയിൽ ഞാനിന്നു കുമ്പിടുന്നു, നിൻ തിരു സന്നിധിയിൽ ഞാനിന്നു കുമ്പിടുന്നു. എൻ ക്രിയയാലല്ല നിന്ദയാൽ മാത്രം ഞാനിന്നു കുമ്പിടുന്നു. എൻ ക്രിയയാലല്ല നിന്ദയാൽ മാത്രം ഞാനിന്നു കുമ്പിടുന്നു. യേശു രാജാവിനു സ്തുതി, രാജാവിനു സ്തോത്രം, ഉന്നതങ്ങളിൽ സ്തുതി. സൃഷ്ടികൾ വാഴ്ത്തട്ടെ, ശുദ്ധർ വണങ്ങട്ടെ, ഉന്നത യേശുവേ. യേശു രാജാവിനു സ്തുതി, രാജാവിനു സ്തോത്രം, ഉന്നതങ്ങളിൽ സ്തുതി. സൃഷ്ടികൾ വാഴ്ത്തട്ടെ, ശുദ്ധർ വണങ്ങട്ടെ, ഉന്നതനാം യേശുവേ. വൻ പാപഭാരമെല്ലാം നിൻ കൃപയാൽ നീക്കിയല്ലോ. വൻ പാപഭാരമെല്ലാം നിൻ കൃപയാൽ നീക്കിയല്ലോ. നിന്നിതനാമെന്റെ ശാപങ്ങൾ നീ നീക്കി നിൻ മകനാക്കിയല്ലോ. നിന്നിതനാമെന്റെ ശാപങ്ങൾ നീ നീക്കി നിൻ മകനാക്കിയല്ലോ. യേശു രാജാവിനു സ്തുതി, രാജാവിനു സ്തോത്രം, ഉന്നതങ്ങളിൽ സ്തുതി. സൃഷ്ടികൾ വാഴ്ത്തട്ടെ, ശുദ്ധർ വണങ്ങട്ടെ, ഉന്നതനാം യേശുവേ. യേശു രാജാവിനു സ്തുതി, രാജാവിനു സ്തോത്രം, ഉന്നതങ്ങളിൽ സ്തുതി. സൃഷ്ടികൾ വാഴ്ത്തട്ടെ, ശുദ്ധർ വണങ്ങട്ടെ, ഉന്നതനാം യേശുവേ.
വൻതുമ്പ നേരത്തിലും എന്നെ പിരിയുകില്ല. വൻതുമ്പ നേരത്തിലും എന്നെ പിരിയുകില്ല. എന്നെ നടത്തുന്നോൻ എന്നെന്നും കൂടുള്ളോൻ നിൻ സ്നേഹമാഗാതമേ. എന്നെ നടത്തുന്നോൻ എന്നെന്നും കൂടുള്ളോൻ നിൻ സ്നേഹമാഗാതമേ. യേശു രാജാവിനു സ്തുതി, രാജാവിനു സ്തോത്രം, ഉന്നതങ്ങളിൽ സ്തുതി. സൃഷ്ടികൾ വാഴ്ത്തട്ടെ, ശുദ്ധർ വണങ്ങട്ടെ, ഉന്നതനാം യേശുവേ. യേശു രാജാവിനു സ്തുതി, രാജാവിനു സ്തോത്രം, ഉന്നതങ്ങളിൽ സ്തുതി. സൃഷ്ടികൾ വാഴ്ത്തട്ടെ, ശുദ്ധർ വണങ്ങട്ടെ, ഉന്നതനാം യേശുവേ. പ്രൈസ് ദി ലോർഡ്. താങ്ക് യു. മനോഹരമായിരിക്കുന്ന ഗാനം കുട്ടികളുടെ കേൾപ്പാൻ ദൈവം സഹായിച്ചല്ലോ. ദാസനെ ദൈവം നാളെ അനുഗ്രഹിക്കട്ടെ. ഇന്നത്തെ മീറ്റിംഗ് ഹോസ്റ്റ് ചെയ്യുന്ന ജോർജ് സാറ്, ഇന്ന് ക്ലാസ് എടുക്കുവാനായിട്ട് ഇവിടെ കടന്നിട്ടുള്ള തോമസ് സാറ്, നമ്മുടെ പ്രിൻസിപ്പാൾ ജോസഫ് സാർ, പഠിതാക്കളെ കടന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും ഓർത്ത് സ്തുതിക്കുകയും എല്ലാ പ്രിയപ്പെട്ടവരെയും ഇന്നത്തെ ഈ ക്ലാസ്സിലേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. തുടർന്ന് 1-2 മിനിറ്റുകൾ നിങ്ങളോട് ചില കാര്യങ്ങൾ സംസാരിക്കുന്നതിനായിട്ട് പ്രിൻസിപ്പൽ ജോസഫ് ഇടക്കാട് സാറിനെ ക്ഷണിക്കുന്നു. കർത്താവിന്റെ തിരുനാമം മഹത്വപ്പെടുമാറാകട്ടെ. ബഹുമാനിതര ദേവദാസന്മാര്, പ്രിയ ജോർജ് സാർ, എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്നേഹവന്ദനം അറിയിക്കുന്നു. നമ്മുടെ 6ാമത്തെ ക്ലാസ് ആണ് ഇന്ന്. നമുക്ക് അതിഥിയായി ലഭിച്ചിരിക്കുന്നത് ഡോക്ടർ തോമസ് വി തോമസ് ആണ്. അദ്ദേഹം നമ്മുടെ കോഴ്സ് ആരംഭിച്ച ആ നാള് മുതൽ നമ്മോടൊന്നിച്ചുണ്ട്. കർത്താവിന്റെ ദാസന് സെക്കുലർ മേഖലയിൽ വർക്ക് ചെയ്തുകൊണ്ടിരുന്ന വ്യക്തിയാണ്. തിയോളജിയിൽ ഉന്നത ബിരുദങ്ങളുണ്ട്. അങ്ങനെയെല്ലാം ഒത്ത് കാര്യങ്ങൾ നമുക്ക് വിശദമാക്കി തരാൻ പറ്റുന്ന ഒരാളെ സ്വർഗത്തിലെ ദൈവമാണ് ഈ കോഴ്സിന് വേണ്ടി തന്നെ ഏർപ്പാടാക്കിയെന്ന് ഞാൻ വിശ്വസിക്കുന്നു. 1-2 കാര്യങ്ങളെ പഠിക്കാൻ വന്നവരോട് സൂചിപ്പിക്കട്ടെ. നമ്മൾ ക്ലാസ്സുകൾ നിങ്ങൾ ദയവ് ചെയ്തെല്ലാം ഒന്ന് കുറിച്ചെടുക്കണേ. കുറിച്ചെടുക്കുന്നുണ്ടെന്ന് എനിക്കറിയാം. കുറിച്ചെടുക്കുന്ന ഇത് നമ്മൾ കഴിഞ്ഞ വർഷം വരെ ചെയ്യാത്തൊരു കാര്യം ഈ വർഷം നമ്മൾ ചെയ്യാൻ ആഗ്രഹിക്കുന്നത്, കോഴ്സിന്റെ അവസാന മാസം ആകുമ്പോൾ നമ്മൾ അസൈൻമെന്റ് എഴുതി സമർപ്പിക്കാൻ ആവശ്യപ്പെടും. അപ്പൊ നിങ്ങൾ ഒരു 5-6 സബ്ജക്റ്റ് തരും. അതിൽ നിന്ന് 1-2 സബ്ജക്റ്റിൽ ഇഷ്ടമുള്ള വിഷയത്തിൽ അസൈൻമെന്റ് എഴുതി സമർപ്പിക്കാം. അപ്പൊ അങ്ങനെ സമർപ്പിക്കുന്നവർക്ക് മാത്രമേ സർട്ടിഫിക്കറ്റ് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നുള്ളൂ. ഇല്ല എങ്കിൽ നമ്മളത് ഗൗരവമില്ലാതെ വിഷയം അങ്ങോട്ട് വിടും. അങ്ങനെ ചെയ്യാം. അപ്പം തീർച്ചയായിട്ടും നിങ്ങളിത് കുറിച്ചെടുക്കണം എന്ന കാര്യം പ്രത്യേകം ഓർപ്പിക്കുന്നു. മറ്റൊരു കാര്യം ഓർപ്പിക്കാനുള്ള, അറ്റൻഡൻസ് നമ്മൾ കുറിച്ചെടുക്കാൻ ആരംഭിച്ചിട്ടുണ്ട്. കഴിഞ്ഞ ആഴ്ച മുതലുള്ള അറ്റൻഡൻസ് നമ്മൾ രേഖപ്പെടുത്താൻ നമ്മുടെ റജി പാസ്റ്ററോടും ഒക്കെ നമ്മൾ ആവശ്യപ്പെട്ടിട്ടുണ്ട്. പ്രിയപ്പെട്ടവരത് ചെയ്യുന്നുണ്ട്. അറ്റൻഡൻസ് ഏറ്റവും കൂടുതൽ അറ്റൻഡൻസ് ഉള്ളവർക്ക് നമ്മൾ ഗിഫ്റ്റ് 1-2 സ്ഥാനം അറ്റൻഡൻസിൽ വരുന്നവർക്ക് നമ്മൾ എന്തെങ്കിലും ഗിഫ്റ്റ് കൊടുക്കുവാൻ ഉദ്ദേശിക്കുന്നു. പ്രത്യേകിച്ച് ഞാൻ കുടുംബം നമ്മുടെ സ്നേഹക്കൂട് എന്നൊരു പുസ്തകം എഴുതിയിട്ടുണ്ട്. വളരെ ചുരുക്കം കോപ്പീസ് മാത്രമേ ഇനി അവശേഷിക്കുന്നുള്ളൂ. അപ്പോൾ ആ പുസ്തകങ്ങൾ ഗിഫ്റ്റ് ആയിട്ട് തരാൻ ആഗ്രഹിക്കുന്നു ഏറ്റവും കൂടുതൽ അറ്റൻഡൻസ് ഉള്ള പ്രിയപ്പെട്ടവർക്ക്. 3-ാമത്തെ കാര്യം ഓർപ്പിക്കാനുള്ളത്, നമ്മൾ ഈ കോഴ്സിന്റെ പങ്കെടുക്കുന്ന പ്രിയപ്പെട്ടവര്, നിങ്ങൾ എന്തെങ്കിലും തരത്തിലുള്ള സംഭാവന കോൺട്രിബ്യൂഷൻ തരുന്ന ആ കാര്യം ഒന്ന് മെസ്സേജ് ആയിട്ട് എഴുതിയോ അല്ലെങ്കിൽ വിളിച്ചറിയിക്കുകയോ ചെയ്യണമേ എന്ന കാര്യം പ്രത്യേകം ഓർമ്മിപ്പിക്കുന്നു. കോൺട്രിബ്യൂഷൻ തന്ന എല്ലാവരും ഓർത്ത് കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. അവരുടെ പേരൊന്നും പറയണ്ട എന്ന് അവർ തന്നെ ആവശ്യപ്പെട്ടതുകൊണ്ട് അവരുടെ തന്ന തുക നമ്മൾ രേഖപ്പെടുത്തുന്നില്ല. തന്നവരൊത്ത് കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. നമ്മൾ
മലബാറിലെ പ്രവർത്തനം നമുക്കറിയാം. നമ്മുടെ പ്രസ്ഥാനം വളരെ സാധാരണക്കാരുടെ ഇടയിലാണ് പ്രവർത്തിക്കുന്നത്. നമ്മുടെ ദേവദാസന്മാർ മഹാഭൂരിപക്ഷവും വളരെ സാധാരണക്കാരാണ്. അപ്പൊ അവരുടെ ജീവിതത്തിന്റെ പ്രയാസങ്ങളിൽ ഒരു ചെറിയ കൈത്താങ്ങ് മെഡിക്കൽ എയ്ഡായിട്ടോ സാമ്പത്തിക സഹായമായിട്ടോ കൊടുക്കാനാണ് നമ്മൾ നിങ്ങളോട് ആവശ്യപ്പെടുന്നത്. നിങ്ങളെ ദൈവം പ്രേരിപ്പിക്കുന്ന പോലെ അത് ചെയ്യുമല്ലോ. മറ്റൊരു കാര്യം ഓർപ്പിക്കാനുള്ളത്, നമ്മുടെ ഈ കോഴ്സ് നടന്നുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നമ്മൾ കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ സെമിനാറുകൾ നടത്തുന്നുണ്ട്, മറ്റു പലരുമായി യോജിപ്പിച്ച്. നമ്മുടെ നിലമ്പൂർ ഇപ്പോൾ 1-2 സെമിനാറുകൾ നമ്മൾ മറ്റ് പ്രസ്ഥാനങ്ങളുമായിട്ട് അല്ലെങ്കിൽ സംഘടനകളൊക്കെ ആയിട്ട് ക്രിസ്തീയ സംഘടനകളുമായി യോജിച്ച് നമ്മൾ ചെയ്തിട്ടുണ്ട്. മറ്റ് ജില്ലകളിൽ അത്തരം സെമിനാറുകൾ വെക്കണം എന്ന് താല്പര്യമുള്ളവർ നിങ്ങളുടെ പാസ്റ്റേഴ്സുമായി സെൻട്രൽ ശുശ്രൂഷകന്മാരുമായി ആലോചിച്ച് അക്കാര്യം അറിയിച്ചാൽ നമ്മൾ അതിന് ക്രമീകരണം ചെയ്യുന്നതാണ്. സമീപമുള്ള ജില്ലയിലുള്ള പ്രിയപ്പെട്ടവർക്കും അതിൽ പങ്കെടുക്കുകയും ചെയ്യാമല്ലോ. അങ്ങനെ വരുമ്പോൾ നമ്മൾ എഴുതിയ പുസ്തകം അവിടെ കൊണ്ടുവന്ന് നമുക്ക് ആവശ്യക്കാർക്ക് കൊടുക്കുകയൊക്കെ ചെയ്യുകയും ചെയ്യാം. എല്ലാവരും തമ്മിൽ കാണുവാനുള്ള അവസരമാണ്. 1 മാസം മുമ്പെങ്കിലും അങ്ങനെ കാര്യങ്ങൾ ആലോചിച്ച് തീരുമാനമായതിനു ശേഷം 1 മാസം മുമ്പെങ്കിലും വിളിച്ചറിയിക്കണം. എങ്കിൽ മാത്രമേ നമുക്ക് ആ ഡേറ്റ് ക്രമീകരിക്കാൻ പറ്റത്തുള്ളൂ എന്ന കാര്യം പ്രത്യേകം ഓർപ്പിക്കുന്നു. ഞാൻ സമയം നീട്ടിക്കൊണ്ടു പോകുന്നില്ല. കർത്താവിന്റെ ദാസന് ഇന്ന് എടുക്കുന്ന വിഷയം വളരെ പ്രധാനപ്പെട്ട വിഷയമാണ് ഡിപ്രഷൻ. ഡിപ്രഷനെ കുറിച്ച് വലിയ തെറ്റിദ്ധാരണകളുണ്ട്. ഈ ക്ലാസ്സിന് ശേഷം അദ്ദേഹം അല്പസമയം സംശയ നിവാരണത്തിന് വേണ്ടി ഉപയോഗിക്കുകയുമാണ്. പലരും ജീവിതത്തിൽ പെട്ടെന്നുണ്ടാകുന്ന എന്തെങ്കിലും ഒരു നിരാശ, ഞാൻ അങ്ങ് ഡിപ്രഷൻ അടിച്ചു പോയി എന്ന് പറയുന്ന ഒത്തിരി പേരെ കേട്ടിട്ടുണ്ട്. ജീവിതത്തിൽ ഒരു തോൽവിയോ ഒരു നഷ്ടമോ ഉണ്ടാകുമ്പോൾ നമുക്കുണ്ടാകുന്ന നിരാശയുടെ പേരല്ല ഡിപ്രഷൻ. ഡിപ്രഷൻ എന്ന് പറയുന്നത് സ്ഥായിയായ ഒരു ദുഃഖഭാവമാണ്. അതൊക്കെ സാറ് വിശദമാക്കും. അതിനെക്കുറിച്ച് നമുക്ക് തന്നെ ധാരാളം തെറ്റിദ്ധാരണകളുണ്ട്. നമ്മൾ വിഷാദം രോഗാവസ്ഥയിലുള്ളവരെ ചികിത്സിക്കാൻ വേണ്ടിയല്ല നമ്മളിവിടെ കൂടിയിരിക്കുന്നത്. നമ്മുടെ സഹജീവികൾ ഡിപ്രഷനിലേക്ക് പോകാതിരിക്കാൻ അവരെ ഒന്ന് ചേർത്ത് പിടിക്കാൻ വേണ്ടിയാണ്. അതാണ് നമ്മളെ ദൈവം ഏൽപ്പിച്ചിരിക്കുന്ന ചുമതല. ഞാൻ ആമുഖമായിട്ട് ഇത്രയും പറഞ്ഞതേ ഉള്ളൂ. വളരെ സ്നേഹത്തോടെയും ബഹുമാനത്തോടെയും ഡോക്ടർ തോമസ് ബി തോമസ് അവറുകളെ ഇന്നത്തെ ക്ലാസ് എടുക്കുന്നതിനായി ക്ഷണിക്കുന്നു. ഓക്കെ, ഗുഡ് ഈവനിങ് ബ്രദർ ജോസഫ് എടക്കാട്ടിൽ. നിങ്ങൾ ഇത്രയും പേര് ഇന്നത്തെ ഈ ക്ലാസ്സിൽ വന്ന് ചേർന്നതിൽ വളരെ സന്തോഷമുണ്ട്. എൻ്റെ അഭിപ്രായത്തിൽ ഒരു 100-105 പേര് കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു. 95 പേര് സൈൻ ചെയ്തിട്ടുണ്ട്. ചിലരുടെ ഭാര്യ ഭർത്താക്കന്മാരോ കുടുംബാംഗങ്ങളോ ഒക്കെ ഉണ്ട്. വളരെ സന്തോഷമുണ്ട്. അടുത്ത പ്രാവശ്യം മുതൽ 8:30 എന്ന് പറഞ്ഞാൽ 8:30-ക്ക് ചേരാനായിട്ട് നമ്മളൊന്ന് ശ്രമിക്കണം. സാങ്കേതികമായിട്ടുള്ള തടസ്സങ്ങൾ ഉണ്ടെങ്കിൽ അത് നേരത്തെ തന്നെ ഒന്ന് പരിഹരിക്കണം. ഉദാഹരണമായിട്ട് എൻ്റെ അഭിപ്രായത്തിൽ ബഹുമാനപ്പെട്ട ജോർജ് സാറ് സൂം തരുന്ന ചിറയിൽ ജോർജ് സാധാരണഗതിയിൽ ഒരു 15-20 മിനിറ്റിന് മുമ്പേ സൂം ഓണാക്കും. അപ്പൊ ആ സമയത്ത് നിങ്ങളൊന്ന് ചേർന്നാൽ ടെക്നിക്കലായിട്ട് എന്തെങ്കിലും ഒരു പ്രോബ്ലം ഉണ്ടെങ്കിൽ പരിഹരിക്കാനായിട്ട് സാധിക്കും. അപ്പൊ ആ കാര്യം നിങ്ങളൊന്ന് ശ്രദ്ധിക്കും എന്ന് വിചാരിക്കുന്നു. ചില വാക്കുകളൊക്കെ ഞാൻ ഇംഗ്ലീഷിലാണ് ഉപയോഗിക്കുന്നത്. അത് ജോസഫ് സാറോ മറ്റാരെങ്കിലും ഒന്ന് പരിഭാഷപ്പെടുത്താനും സഹായിക്കുന്നതായിരിക്കും. ഞാൻ മലയാളത്തിൽ ക്ലാസ്സുകൾ എടുക്കാറുണ്ട്. പക്ഷേ സൈക്കോളജി, കൗൺസിലിംഗ് സംബന്ധമായിട്ടുള്ള വിഷയങ്ങളിൽ അതിൻ്റെ യഥാർത്ഥ മലയാള വാക്കുകൾ ഇന്നും പ്രാബല്യത്തിൽ വന്നിട്ടില്ല. ഉദാഹരണമായിട്ട് പറഞ്ഞാൽ മാനസിക രോഗങ്ങളുടെ അനേക പേരുകൾ ഇന്നും ഇംഗ്ലീഷിലാണ് ഉപയോഗിക്കുന്നത്. മലയാളത്തിൽ വളരെ ബുദ്ധിമുട്ടാണ്. അപ്പൊ ഞാൻ എൻ്റെ വിഷയത്തിലേക്ക് കടക്കുകയാണ്. ആദ്യത്തെ ഒരു ചോദ്യം ചോദിച്ച് ഞാൻ വിഷയത്തിലേക്ക് കടക്കുകയാണ്. ചില വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ ആത്മഹത്യ അരുത് എന്ന് പറഞ്ഞൊരു ബുക്ക് എഴുതിയിട്ടുണ്ട്.
എനിക്ക് തോന്നുന്നത് 86-87കളിലാണ് ആ ബുക്ക് എന്ന് പറഞ്ഞാൽ ചെറിയ ഒരു ബുക്ക്ലെറ്റ് എന്ന് വേണേ പറയാം. ആ സമയത്ത് ലോകത്തിൽ ഏറ്റവും കൂടുതൽ ആത്മഹത്യ നടന്ന ഒരു സ്ഥലമാണ് കേരളം. ഓരോ വർഷവും അതിന്റെ സംഖ്യകൾ മാറിക്കൊണ്ടിരിക്കും. എന്റെ ചോദ്യം ഇതാണ്, നമ്മൾ അതിനെക്കുറിച്ച് ഇപ്പം ഡിസ്കസ് ചെയ്യുന്നില്ല. നിങ്ങൾക്ക് താല്പര്യമുള്ളവർക്ക് മീറ്റിംഗ് കഴിഞ്ഞ് നമുക്കതിനെക്കുറിച്ച് സംസാരിക്കാം. നിങ്ങൾ ഈ ആത്മഹത്യകൾ കാണുമ്പോൾ എന്താണ് നിങ്ങളുടെ മനസ്സിൽ വരുന്നത്? എന്തുകൊണ്ടാണ് കേരളമെന്ന് പറയുന്ന ദൈവത്തിന്റെ നാട്ടിൽ, ഗോഡ്സ് ഓൺ കൺട്രി, എവിടെ തിരിഞ്ഞാലും ആരാധന സ്ഥലങ്ങളുണ്ട്, പല വിഭാഗക്കാരുടെ മുക്കിന് ആരാധന സ്ഥലങ്ങളുണ്ട്, കൺവെൻഷന് യാതൊരു കുറവുമില്ല, ഉപവാസ പ്രാർത്ഥനയ്ക്ക് യാതൊരു മുടക്കവുമില്ല. ചില സ്ഥലത്ത് പാസ്റ്റർമാര് 5-8 പേര് ഒരേ സമയത്ത് ഒരു സ്ഥലത്ത് നിൽക്കുന്നത് കാണാം. അപ്പൊ എന്തുകൊണ്ടാണ് ഈ കേരളത്തിൽ ഇത്രയും ആത്മഹത്യ വർദ്ധിക്കുന്നതെന്ന് നിങ്ങൾ ആരെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? ഒരാൾക്കോ 2 പേർക്കോ ഉത്തരം പറയാം, പിന്നെ നാം വിഷയത്തിലേക്ക് ഞാൻ കടക്കുകയാണ്. ആർക്കേലും ഉണ്ടോ ഉത്തരമായിട്ട് എന്തെങ്കിലും പറയാനായിട്ട്? ജീവിതത്തിൽ വരുന്ന പ്രതിസന്ധികളെ തരണം ചെയ്യാനുള്ള ബുദ്ധിമുട്ട് കൊണ്ടും ആരും അവരെ മനസ്സിലാക്കാനില്ലാത്തത് കൊണ്ടും ആണോ എന്ന് ഒരു സംശയം. സംശയം. ഓക്കെ, അത് നല്ലൊരു ഉത്തരമാണ്. ആരെങ്കിലും ഒരാളോടുണ്ടെങ്കിൽ പറയുക. നഥാനിയേൽ മിനിസ്ട്രി ടു എവരിവൺ ഡിപ്രഷൻ ആണെന്ന് പറയുന്നു. ഓക്കെ, ആർക്കെങ്കിലും ഒരാളുണ്ടെങ്കിൽ പറഞ്ഞാട്ടെ. നമ്മളിലുള്ള പ്രശ്നങ്ങൾ ഈ പ്രബുദ്ധ കേരളം എന്ന് പറയുമ്പം അവർക്ക് മറ്റുള്ളവരോട് പങ്കുവെക്കാൻ പറ്റുന്നില്ലാതെ പോകുന്നു അവരുടെ പ്രശ്നങ്ങൾ. അത് നല്ലൊരു ഉത്തരമാണ്. അതായത് മറ്റുള്ളവരോട് പങ്കുവെക്കാനായിട്ട് സാധിക്കുന്നില്ല. കാരണം ഇപ്പൊ ഞാൻ ഇന്ന് അമേരിക്കയിൽ നിന്ന് നിങ്ങളെ ആരെയെങ്കിലും വിളിച്ചിട്ട് ഒരു പ്രശ്നം പറഞ്ഞാൽ, ഞാൻ ഫോൺ താഴെ വെക്കുന്നതിന് മുമ്പായിട്ട് അനേക വ്യക്തികൾ അത് അറിഞ്ഞിരിക്കും. 1 മിനിറ്റ് മതി, അല്ലെ 2 മിനിറ്റ് മതി. ഇതാണ് നമ്മുടെ നാട്ടിൽ ആത്മഹത്യ വർദ്ധിക്കുവാൻ ഒരു കാരണം. ബഹുമാനപ്പെട്ട ജോസഫ് സാറ് പലപ്പോഴും പറയുന്ന ഒരു വാക്ക് ഞാൻ കേട്ടിട്ടുണ്ട്, നമ്മള് ചേർത്തു പിടിക്കുക എന്ന് പറയുന്നത്. ഞാൻ ഇന്ന് പറയാൻ പോകുന്ന വിഷയവുമായിട്ട് ബന്ധപ്പെട്ട വിഷയമാണ് ചേർത്തു പിടിക്കുക. അതിനാണല്ലോ നിങ്ങളെല്ലാവരും ഈ ക്ലാസ് അറ്റൻഡ് ചെയ്യുന്നത്. അമേരിക്കൻ പ്രസിഡന്റ് ആയിരുന്ന കാർട്ടറിന്റെ ഭാര്യ റോസലിൻ കാർട്ടർ ഇപ്രകാരം ഒരു സ്റ്റേറ്റ്മെന്റ് പറഞ്ഞിട്ടുണ്ട്. ഞാനത് മലയാളത്തിൽ പറയാം, ഇംഗ്ലീഷിൽ ആദ്യം ഒന്ന് പറയാം. The stigma about mental illness go back to the time when we knew nothing about the brain. Nobody knew how to treat it. And what people did back then was just to hide people, put them out of sight. മാനസിക രോഗത്തെക്കുറിച്ചുള്ള തെറ്റിദ്ധാരണകൾ വരുവാനുള്ള കാരണം അനേക വർഷങ്ങൾക്ക് മുമ്പ് നമുക്കതിനെക്കുറിച്ച് അറിവില്ലായിരുന്നു. അപ്പോൾ ഏതെങ്കിലും ഒരു വ്യക്തിക്ക് മാനസിക രോഗം ഉണ്ടെങ്കിൽ നാം ആ വ്യക്തിയെ മറ്റുള്ളവരിൽ നിന്ന് അകറ്റി താമസിപ്പിക്കാൻ ശ്രമിക്കും. ഉദാഹരണമായിട്ട് നമ്മുടെ കുടുംബത്തിൽ നമ്മുടെ മകനോ മകളോ
ഭാര്യയ്ക്കോ ഭർത്താവിനോ ഉണ്ടെങ്കിൽ നമ്മൾ അയൽവക്കക്കാരോട് പോലും അത് പറയാൻ മടിക്കും. അതാണ് മാനസിക രോഗവുമായിട്ട് ഇത്രയും ബുദ്ധിമുട്ടുണ്ടാകുന്നത്. പിന്നെ വളരെ കൺവീനിയന്റ് ആയിട്ട് നമ്മൾ ഒരു മാർഗം കൂടെ കണ്ടുപിടിച്ചു. അത് പിശാചിന്റെ തലയിലേക്ക് അങ്ങ് കൊണ്ടിട്ടു. അപ്പം പിശാച് ബാധയായിട്ട് അതിനെ നമ്മൾ അങ്ങ് പ്രഖ്യാപിച്ചു. ഞാൻ മുമ്പും പലപ്പം പറഞ്ഞിട്ടുള്ളതാണ്, പിശാച് ബാധയുണ്ട്, മാനസിക രോഗങ്ങളുണ്ട്. ഇത് മനസ്സിലാക്കുവാനായിട്ട് നമ്മൾ സാധിക്കണം. മൂന്നാമത്തെ സംഗതി എനിക്കിന്ന് പറയുവാനായിട്ടുള്ളത്, നമുക്കെല്ലാവർക്കും ഒരു ഹെൽത്തി മൈൻഡ് ആവശ്യമാണ്. നല്ല ഒരു മൈൻഡ് ആവശ്യമാണ്. നല്ല ഒരു ഹെൽത്തി മൈൻഡ് നമ്മൾക്കുണ്ടെങ്കിൽ നമ്മുടെ ഇമോഷണൽ ലൈഫ്, വൈകാരിക ജീവിതം, നമ്മുടെ സാമൂഹ്യ ബന്ധങ്ങൾ, നമ്മളുടെ ശാരീരിക ആരോഗ്യം, ഈവൻ ആത്മീക ആരോഗ്യവും നല്ലതായിട്ട് തീരും. അവിടെയാണ് ഈ മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടുക എന്നൊക്കെ പറയുന്നതിന്റെ അർത്ഥം. അപ്പൊ ഈ ഹെൽത്തി മൈൻഡ് ആണിന്ന് നമുക്ക് ആവശ്യമായിട്ടുള്ള ഒരു പ്രധാനപ്പെട്ട സംഗതി. പിന്നെ മറ്റുള്ളവന്റെ വേദന മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഇംഗ്ലീഷിൽ ഇങ്ങനെ ഒരു സ്റ്റേറ്റ്മെന്റ് ഉണ്ട്, ബിഫോർ യു ജഡ്ജ് എ മാൻ വാക്ക് എ മൈൽ ഇൻ ഹിസ് ഷൂസ് എന്ന് പറഞ്ഞാൽ, ഒരു മനുഷ്യനെ നമ്മൾ ന്യായം വിധിക്കുന്നതിന് മുമ്പായിട്ട് നമ്മൾ അവന്റെ ഷൂസിൽ ഒരു മൈൽ ഒന്ന് നടന്നു നോക്കണം. നിങ്ങൾക്ക് അർത്ഥം മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. അവനായിരിക്കുന്ന സാഹചര്യത്തിലേക്ക് നമ്മളൊന്ന് ഇറങ്ങിച്ചെന്ന് അവന്റെ ഷൂസിൽ ഒരു മൈൽ ഒന്ന് നടന്നു കഴിയുമ്പോൾ അറിയാം അവൻ പറയുന്നത് എന്താകുന്നു എന്ന് ഏകദേശ രൂപം ലഭിക്കും. അപ്പം ഡിപ്രഷനെ കുറിച്ച് മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ, ഡിപ്രഷൻ ഉണ്ടെന്ന് പറയുന്ന ആളിന്റെ കൂടെ നമ്മൾ കുറച്ചൊന്ന് സഞ്ചരിച്ച് നോക്കണം. നമ്മൾ സാധാരണ പറയുന്ന ഒന്ന് രണ്ട് കാര്യങ്ങളുണ്ട്, അതിനെക്കുറിച്ച് ഞാൻ വിശദമായിട്ട് പുറകാലെ പറയാം. നീ വേദപുസ്തകം കൂടുതൽ വായിര്, കൂടുതൽ അങ്ങ് പ്രാർത്ഥിക്കുക. അപ്പൊ എനിക്ക് നിങ്ങളോട് ചോദിക്കാനുള്ള ഒരു ചോദ്യം, നിങ്ങൾക്ക് വിശപ്പ് അങ്ങോട്ട് വന്നു കഴിയുമ്പോൾ നിങ്ങൾ ആരെങ്കിലും അവരോട് പറയുമോ, സഹോദര സഹോദരി വേദപുസ്തകം അങ്ങ് വായിച്ചോ, അങ്ങ് പ്രാർത്ഥിച്ചാൽ മാത്രം മതി എന്ന് പറയുമോ? ഇല്ല. നിങ്ങൾ ആഹാരം കൊടുക്കും, ആഹാരം കഴിക്കാൻ എൻകറേജ് ചെയ്യും. പക്ഷെങ്കിൽ ഡിപ്രഷന് ഇതുപോലുള്ള മാനസിക പ്രശ്നങ്ങൾ വന്നു കഴിയുമ്പം നമ്മുടെ അറിവില്ലായ്മയിൽ നിന്നാണ് നമ്മൾ പറയുന്നത് പ്രാർത്ഥിച്ചാൽ മതി, എല്ലാം ശരിയാവും. പക്ഷെ പ്രശ്നം എന്നാന്ന് ചോദിച്ചാൽ അവനെ കൊണ്ട് പ്രാർത്ഥിക്കാൻ ഒക്കുന്നില്ലെന്നുള്ളതാണ്. ഇനിയും റിപ്രഷൻ എന്ന വാക്കിന്റെ അർത്ഥം നമ്മൾ ചിന്തിച്ചാൽ അതിനൊത്തിരി മീനിങ്ങുകളുണ്ട്. ക്ലേശം, താഴ്ച, മാന്യം, ഇടിവ്. കാരണം രാജ്യങ്ങൾ ചിലപ്പോൾ ഡിപ്രഷനിലേക്ക് പോകാം. അതായത് മാന്യം, സാമ്പത്തിക മാന്യം ഉണ്ടാകാം, വിഷാദം, ഉന്മേഷരാഹിത്യം, മനസ്സിന്റെ തളർച്ച, വിഷാദ രോഗം, മനസ്സിന്റെ തളർച്ച, മാനസിക തളർച്ച, അല്ലെങ്കിൽ അടിച്ചമർത്തപ്പെട്ട ഒരവസ്ഥ, താഴ്ത്തിയ ഒരവസ്ഥ, അധൈര്യപ്പെടുന്ന ഒരവസ്ഥ. ഇതൊക്കെയാണ് ഡിപ്രഷനെ കുറിച്ച് നമ്മൾ ഉദ്ദേശിക്കുന്നത്.
നമ്മൾ വിഷണ്ണനാകുക എന്നുള്ള വാക്ക് ധാരാളം പറയാറുണ്ട്. നമ്മൾ ദുർബലപ്പെട്ടു പോകുന്ന അവസ്ഥ നമുക്ക് ഉണ്ടാകാറുണ്ട്. ധൈര്യമറ്റ ജീവിതം നമുക്കുണ്ടാകാറുണ്ട്. ഇതെല്ലാം നമ്മളെ ഡിപ്രഷന്റെ ഓരോ വശങ്ങളെ കുറിച്ചാണ് നമ്മൾ പറയുന്നത്. ഈ വളരെ വേഗത്തിൽ ഈ ഡിപ്രഷനെ കുറിച്ച് നമുക്കൊന്ന് പഠിക്കാം. ഈ ഡിപ്രഷൻ എന്ന് പറയുന്നത് പല ടൈപ്പിലുള്ള അവസ്ഥയിലും ഡിപ്രഷൻ പറയും. ഇംഗ്ലീഷിൽ ബ്ലൂ എന്ന് പറയും. ഉദാഹരണമായിട്ട് പറഞ്ഞാൽ മഴക്കാറ്, മഴക്കോള്, അല്ലെങ്കിൽ മഴ 2-3 ദിവസം പെയ്ത് കഴിയുമ്പോൾ നമുക്കെല്ലാം ഒരു മനസ്സിനൊരു ചെറിയ ഇടിവുണ്ടാകും. ഈ മഴയൊന്നും തീരുന്നില്ലല്ലോ, അല്ലെങ്കിൽ നമ്മൾ ഉദ്ദേശിച്ച രീതിയിൽ മക്കൾക്ക് മാർക്ക് ലഭിക്കുന്നില്ലെങ്കിൽ ഒരു ചെറിയ ഇടിച്ചില്, ഒരു മനസ്സൊന്ന് തളരുന്ന ഒരു ചെറിയ അവസ്ഥ ഉണ്ടാകും. അതും ഡിപ്രഷൻ എന്ന് വേണമെങ്കിൽ പറയാം. പക്ഷെ അത് രോഗമല്ല, അത് നമ്മളെല്ലാം കഴിഞ്ഞു പോകുന്ന ഒരവസ്ഥയാണ്. അപ്പോൾ യഥാർത്ഥത്തിൽ ഡിപ്രഷനെ കുറിച്ച് നമ്മൾ ട്രീറ്റ്മെന്റിന്റെ ഭാഗത്തിലേക്ക് വരുമ്പോൾ പറയുന്നത് കുറച്ച് നാളുകൾ നീണ്ടു നിൽക്കുന്ന ഒരവസ്ഥയാണ്. ജീവിതത്തിൽ നമുക്കെല്ലാവർക്കും താഴ്ചയും ചില കുറച്ചിലുകളും ഒക്കെ ഉണ്ടാകാം. അത് ചിലപ്പോൾ 1 ദിവസം കൊണ്ട് 2 ദിവസം കൊണ്ട് അങ്ങ് മാറിപ്പോകും. പക്ഷെ അത് കൂടുതൽ സമയം നിന്ന് കഴിഞ്ഞാൽ ആണ് നമ്മൾ സാധാരണഗതിയിൽ ഡിപ്രഷൻ എന്ന് പറയുന്നത്. മറ്റേതും ഡിപ്രഷനാണ്. ഉദാഹരണമായിട്ട് പറഞ്ഞാൽ പണമില്ലെങ്കിലും പണമില്ലെന്ന് പറയാം, നമുക്ക് ആഹാരമില്ലെങ്കിലും. എന്നാൽ കഠിനമായിട്ടുള്ള പണത്തിന്റെ ക്ഷാമം വരുന്നത് ഒന്നും ചെയ്യാൻ നിവർത്തിയില്ലാത്ത ഒരവസ്ഥയിലേക്ക് വരുമ്പോഴാണ്. ഇങ്ങനെ ഡിപ്രഷൻ വന്നു കഴിയുമ്പോൾ സാധാരണഗതിയിൽ അതിനെ ഓവർകം ചെയ്യുവാനായിട്ട്, അതിജീവിക്കുവാനായിട്ട് പലപ്പോഴും നമ്മളെ കൊണ്ട് സാധിക്കത്തില്ല. അതാണ് ഡിപ്രഷൻ എന്ന് പറയുന്നത്. ഇനിയും നമ്മൾ സാധാരണഗതിയിൽ നമ്മൾ കേട്ടിട്ടുള്ളതാണ്, പരീക്ഷയിൽ മാർക്ക് കുറഞ്ഞു, അല്ലെങ്കിൽ നൈരാശ്യം വന്നു, ആത്മഹത്യ ചെയ്യുന്നുവെന്ന്. ആ സമയത്ത് പെട്ടെന്ന് ചിലപ്പോൾ എടുക്കുന്ന തീരുമാനങ്ങളാണ് എനിക്ക് ജീവിതത്തിൽ മുന്നോട്ട് പോകാനായിട്ട് വയ്യ, എൻ്റെ മനസ്സ് ഇടിഞ്ഞുപോയി എന്ന് പറയുന്ന അവസ്ഥ. അല്ലെങ്കിൽ ഞാൻ ഏകയായി പോയി എന്നുള്ള ഒരു അവസ്ഥ. നിങ്ങളെ സാധാരണ കേട്ടിട്ടുള്ള ഒരു വാക്കാണ് സമൂഹത്തിൽ ഒറ്റപ്പെടുക എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ആൾക്കൂട്ടത്തിൽ തനിയെ എന്ന് പറയുന്നത്. ഇന്ന് അനേക കുടുംബങ്ങളിൽ ഭാര്യ ഭർത്താവിൽ നിന്ന് ഒറ്റപ്പെട്ടാണ് ജീവിക്കുന്നത്. ഭർത്താവ് ഭാര്യയിൽ നിന്ന് ഒറ്റപ്പെട്ടാണ് ജീവിക്കുന്നത്. മക്കള് മാതാപിതാക്കന്മാരിൽ നിന്ന് ഒറ്റപ്പെട്ടാണ് ജീവിക്കുന്നത്. എനിക്ക് തോന്നുന്നത് അതൊക്കെയാണ് ബഹുമാനപ്പെട്ട ജോസഫ് സാർ എഴുതിയ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നത്. അപ്പൊ ആ ഒറ്റപ്പെട്ട ജീവിതവും ഡിപ്രഷനിലേക്ക് നമ്മളെ നയിച്ചെന്ന് വന്നേക്കാം. പിന്നെ ചില വ്യക്തികള് ഒരു തൽക്കാലത്തേക്കൊരു മനസ്സിന്റെ ഇടിച്ചിൽ തോന്നിയാലും ഒരു ദിവസം ചിലപ്പോൾ ശരിയാകാം, അടുത്ത ദിവസം വീണ്ടും അത് വന്നേക്കാം. അതും ചിലപ്പോൾ ഒരു രോഗത്തിന്റെ ലക്ഷണമായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. ഇനി വളരെ വേഗത്തിൽ ഈ ഡിപ്രഷനെ കുറിച്ച് ചിന്തിച്ചാൽ
അനേക ലക്ഷങ്ങൾ ഡിപ്രഷൻ അടിമകളാണ്. ഉദാഹരണമായിട്ട് ഞാൻ താമസിക്കുന്ന അമേരിക്കയിൽ ചില കണക്കുകൾ പറയുന്നത് 16 മില്യൺ ആൾക്കാർ ഒരു വർഷം ഡിപ്രഷൻ കൊണ്ട് സഫർ ചെയ്യുന്നു. ഇന്ത്യയിലെ സ്ഥിതി അന്വേഷിച്ചാലും ഒട്ടും കുറവല്ല. നിങ്ങൾ അതിനെക്കുറിച്ചൊന്ന് പഠിച്ചു നോക്കണം. ലോകത്തിൽ ഏകദേശം 350 മില്യൺ ആൾക്കാർ ഡിപ്രഷൻ കൊണ്ട് സഫർ ചെയ്യുന്നു. ഇതിൽ നല്ല ഒരു ശതമാനം ചെറുപ്പക്കാരായിട്ടുള്ള വ്യക്തികളാണ്. പ്രത്യേകിച്ച് 12 മുതൽ 17 വയസ്സ് വരെയുള്ളത്. ലോകത്തിലെ ആകെ കണക്ക് നോക്കിയാൽ 10-ൽ 1 വ്യക്തിക്ക് എപ്പോഴെങ്കിലും ഈ ഡിപ്രഷൻ അനുഭവപ്പെടാം. ഇനി പുരുഷന്മാരെ സ്ത്രീകളെ അപേക്ഷിച്ച് നോക്കിക്കഴിഞ്ഞാൽ പുരുഷന്മാരെക്കാളിൽ ഏകദേശം 2 മടങ്ങ് കൂടുതൽ സ്ത്രീകള് ഡിപ്രഷൻ അനുഭവിക്കുന്നുണ്ട്. സ്ത്രീകൾക്കും പുരുഷന്മാർക്കും ഡിപ്രഷൻ ഉണ്ടാകാം. ഞാനത് ആദ്യമേ പറഞ്ഞുവല്ലോ, ഒരു ചെറിയ കാര്യത്തിൽ ഒരു നിരാശ ഉണ്ടാകുക, മനസ്സിടിഞ്ഞു പോകുക, അതും ഡിപ്രഷൻ എന്ന് പറയാമെങ്കിൽ തന്നെയും യഥാർത്ഥത്തിൽ ഡിപ്രഷൻ എന്ന് പറയുന്നത് കുറച്ച് നാള് നീണ്ടു നിൽക്കുന്ന, നമുക്കതിൽ നിന്ന് കരകയറാൻ വയ്യാത്ത ഒരവസ്ഥ, അതാണ് ഡിപ്രഷൻ. ഇപ്പൊ ഉദാഹരണമായിട്ട് പറഞ്ഞാൽ, വളരെ നല്ല രീതിയിൽ നടന്നതായിട്ടുള്ള ഒരു വ്യക്തി പെട്ടെന്ന് മുറിയിൽ നിന്ന് വെളിയിൽ വരാതിരിക്കുക, കുറച്ച് നാളുകൾ, ആഴ്ചകൾ, അത് നമുക്ക് ഡിപ്രഷന്റെ കാറ്റഗറിയിലേക്ക് നമുക്ക് പെടുത്താം. ഇനി ഇതിന്റെ ചില സിംറ്റംസ് ഞാൻ വളരെ വേഗത്തിൽ ഒന്ന് പറഞ്ഞു പോകാം. സിംറ്റംസ് എന്ന് പറഞ്ഞാൽ ലക്ഷണങ്ങളെന്നല്ലയോ ജോസഫ് സാറേ? അതെ 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 സാറേ. ഓക്കെ, ഡിപ്രഷന്റെ ചില ലക്ഷണങ്ങൾ നിങ്ങൾ വേണമെങ്കിൽ എഴുതിയെടുത്തു. ഫീലിങ്സ് ഓഫ് ഓവർവെർമിംഗ് സാഡ്നെസ്, ഹോപ്പ്ലെസ്നെസ് ഓർ ആങ്കർ. അതായത് നമ്മുടെ ചിന്തയിൽ നമുക്കൊരു സാഡ്നെസ് ഉണ്ടാകുന്നു, ദുഃഖം, പ്രയാസം ഉണ്ടാകുന്നു, അല്ലെങ്കിൽ അതികഠിനമായിട്ടുള്ള ഒരു പ്രതീക്ഷയില്ലായ്മ ജീവിതത്തെ വന്ന് ബാധിക്കുന്നു. ചിലർക്ക് പെട്ടെന്ന് നിയന്ത്രിക്കാൻ വയ്യാത്ത കോപങ്ങൾ ഉണ്ടായേക്കാം. അതുകൊണ്ട് എല്ലാ കോപങ്ങളും ഡിപ്രഷനാണെന്നല്ല ഞാൻ പറയുന്നത്. ഈ ഡിപ്രഷനുമായിട്ടുള്ള ബന്ധത്തിൽ ഈ 3 കാര്യങ്ങൾ, 1 സാഡ്നെസ്, 2 ഹോപ്പ്ലെസ്നെസ്, 3 ആങ്കർ. രണ്ടാമത്തെ സംഗതി, രണ്ടാമത്തെ ലക്ഷണം, ലോ സെൽഫ് എസ്റ്റീം ഓർ ഫീലിംഗ് വർത്ത്ലെസ്. നമുക്ക് നമ്മെ കുറിച്ച് തന്നെ ഒരു വിലയില്ലാത്ത അവസ്ഥ ഉണ്ടാകുക. എന്നെ കൊണ്ട് വലിയ പ്രയോജനമൊന്നുമില്ല, ഞാൻ എന്തിനാണ് ഈ ലോകത്ത് ജനിച്ചത്, എൻ്റെ ഭർത്താവിനും എൻ്റെ ഭാര്യയ്ക്കും എന്നെ കൊണ്ട് പ്രയോജനമില്ല, എൻ്റെ മക്കൾക്കും ഞാനൊരു യൂസ്ലെസ് ആണ്. അഥവാ എന്നെ കൊണ്ടൊരു വിലയില്ല സമൂഹത്തിന്. അതെപ്പോഴും നിങ്ങളെ ഭരിക്കുന്നുവെങ്കിൽ അത് ഡിപ്രഷന്റെ ഒരു ലക്ഷണമാണ്. 3, യാതൊരു കാരണവുമില്ലാതെ
കരയാൻ തുടങ്ങുക. മറ്റു പല കാരണങ്ങൾ കൊണ്ടും കരയാം, പക്ഷേ ഈ ഡിപ്രഷൻ സംബന്ധമായിട്ടുള്ള വിഷയത്തിലും അത് സംഭവിക്കാം. 4, പെട്ടെന്ന് ശരീരത്തിന്റെ ഭാരം കൂടുകയോ കുറയുകയോ ചെയ്യാം. കാരണം മനസ്സിടിഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ വെയിറ്റ് ലോസ് ഉണ്ടാകാം. നമുക്ക് കഴിക്കാൻ തോന്നത്തില്ല. അതേ സമയത്ത് അതിന്റെ നേരെ ഓപ്പോസിറ്റ് സംഭവിക്കാം. നമ്മൾ കാണുന്നതെല്ലാം വലിച്ചു വാരി തിന്നാൻ തുടങ്ങും. ഇംഗ്ലീഷിൽ ജങ്ക് ഫുഡ് എന്ന് പറയും. അവിടെ കാണുന്ന ഇതിലെ കാണുന്ന എല്ലാം വാങ്ങിച്ച് തിന്നുക. അത് നമ്മുടെ ഡിപ്രഷന്റെ ഒരു ലക്ഷണമാണ്. 5, ഒരു കാര്യത്തിലും കോൺസെൻട്രേറ്റ് ചെയ്യാൻ വയ്യാത്ത ഒരവസ്ഥ ഉണ്ടാകുക. ഞാൻ വേഗത്തിൽ പറഞ്ഞു പോവുകയാണ് സമയ ചുരുക്കത്താൽ. 6, പെട്ടെന്ന് മറവി സംഭവിക്കുക. ഫോർഗെറ്റിംഗ് എവരിതിങ്. അടുത്തത്, ഇന്നുവരെ നമ്മൾ എൻജോയ് ചെയ്തതായിട്ടുള്ള സംഗതികൾ നമ്മൾക്ക് എൻജോയ് ചെയ്യാൻ വയ്യാതായി തീരുക. ഉദാഹരണമായിട്ട് ഇന്നുവരെ ഫുട്ബോൾ കളിച്ചുകൊണ്ടിരുന്ന ഒരു ചെറുപ്പക്കാരൻ നാളെ അത് ചെയ്യുന്നില്ല. ഇന്നുവരെ നിറ്റിങ്ങോ ക്രോഷ്യയൊക്കെ ചെയ്തതായിട്ടുള്ള ലേഡീസ് നാളെ അതിൽ യാതൊരു താല്പര്യവും കാണിക്കുന്നില്ല. അതും ചിലപ്പോൾ ഡിപ്രഷന്റെ ഒരു ലക്ഷണമാണ്. പിന്നെ വേറൊന്ന്, മെന്റലി ആൻഡ് ഫിസിക്കലി, മാനസികമായിട്ടും ശാരീരികമായിട്ടും മറ്റ് എക്സ്പ്ലനേഷൻ ഒന്നുമില്ലാതെ ടയേർഡാകുക. പിന്നെ വേറൊരു ലക്ഷണം, നമുക്ക് പറയാനില്ലാതെ അല്ല ഒരു കാരണവുമില്ലാതെ പെട്ടെന്ന് തലവേദന വരിക, പെട്ടെന്ന് അവിടെ ഇവിടെയൊക്കെ വേദന തോന്നുക. അതും ഡിപ്രഷന്റെ ഒരു കാരണമാണ്. പിന്നെ അവസാനമായിട്ട് ആത്മഹത്യയെക്കുറിച്ചുള്ള ചിന്തകൾ. ചില വ്യക്തികൾ പറയാറുണ്ട്, ഞാൻ ചത്തു കഴിഞ്ഞാൽ മറ്റുള്ളവരെന്നെ കൂടുതൽ സ്നേഹിക്കും. ഈ ചിലർ ചാകുന്ന അതുകൊണ്ടാണ്. അവർക്ക് ഈ ലോകത്ത് സ്നേഹം കിട്ടുന്നില്ല. അപ്പൊ അവർ തീരുമാനിക്കും, ഞാൻ അങ്ങ് ചത്ത് കളഞ്ഞേക്കാം. പലരും അങ്ങനെ പറഞ്ഞിട്ട് എന്നോട് പറഞ്ഞ് കേട്ടിട്ടുണ്ട്. അതായത് ഭാര്യ പറയും, എന്നെ ഏതായാലും ആർക്കും വേണ്ടല്ലോ, അപ്പൊ ഞാൻ അങ്ങ് ചത്തേക്കാമെങ്കിൽ പുള്ളി എന്നെ കൂടുതൽ സ്നേഹിക്കും. പിന്നെ വേറൊരു സംഗതി പറയാറുണ്ട് ചിലര്, ഞാൻ ഈ ലോകത്തിൽ നിന്ന് അങ്ങ് പോയി കഴിഞ്ഞാൽ മറ്റുള്ളവർക്കെല്ലാം സന്തോഷമായിട്ട് ജീവിക്കാം. അപ്പൊ ഇങ്ങനെയുള്ള കാരണങ്ങൾ ആരെങ്കിലും പറയുന്നുവെങ്കിൽ അവർക്ക് ഡിപ്രഷനുള്ള സാധ്യതയുണ്ട്. ഇതെല്ലാ കാരണങ്ങളും ഒന്നുകൊണ്ടാണെന്നല്ല ഞാൻ പറയുന്നത്. അതിനുള്ള സാധ്യതകൾ നമ്മൾ തള്ളി കളയരുത്. ഇനിയും ഡിപ്രഷൻ എന്തുകൊണ്ടാകുന്നു സംഭവിക്കുന്നത് എന്നുകൂടെ പഠിക്കാം. അതിന് 3 കാരണങ്ങളുണ്ട്. നിങ്ങളെ നോട്ട് എഴുതുന്നവരുണ്ടെങ്കിൽ എഴുതിക്കോണം. പ്രധാനമായിട്ട് 3 കാറ്റഗറിയാണ് അതിനുള്ളത്. ഒന്ന് ഫിസിക്കൽ, ശാരീരികം. അതായത് ഹോർമോണൽ ഇംബാലൻസ്.
ചില വ്യക്തികൾക്ക് സ്ത്രീകൾക്ക് മെൻസ്ട്രേഷൻ ഉണ്ടാകുമ്പോൾ ഡിപ്രഷൻ ഉണ്ടാകും. അല്ലെങ്കിൽ പോസ്റ്റ് പാർട്ടം ഡിപ്രഷൻ, പ്രസവം കഴിഞ്ഞെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതുവരെ 9 മാസവും ഒരു കുഞ്ഞിനെ വേണമെന്ന് കണ്ട് ആഗ്രഹിച്ചിരുന്നതിന് ശേഷം, കുഞ്ഞുണ്ടായതിനു ശേഷം പല സ്ത്രീകള് ഈ ഡിപ്രഷനിലേക്ക് പോവുകയും ചിലര് വലിയ രോഗികളായി തീരുകയും ചിലര് വയലന്റ് ആയി തീരുകയും ചിലർ ആത്മഹത്യ ചെയ്തവരുമായിട്ടുണ്ട്. ഈ ബോഡിയിൽ സംഭവിക്കുന്ന ചേഞ്ച് ഇതെല്ലാം ഇതിന് കാരണമാണ്. പിന്നെ ചില മരുന്നുകൾ പിന്നെ നമുക്കിപ്പം പെട്ടെന്ന് നമ്മൾ കേൾക്കുകയാണ്, എനിക്ക് ക്യാൻസർ വന്നു, എനിക്കിനി അധികം നാളൊന്നും ജീവിക്കാനില്ലെന്ന് കേട്ട് കഴിയുമ്പോൾ നമ്മൾ മനസ്സ് മടുക്കും. പിന്നെ മറ്റുള്ളവരോ നമ്മളോട് ചെയ്തതായിട്ടുള്ള ദോഷങ്ങൾ ഓർക്കുമ്പോൾ ഈ ആങ്കർ വന്നിട്ട് നമ്മുടെ ശരീരത്തിനെ എല്ലാം നമ്മൾ ഒന്ന് ഇറക്കി മറിക്കും. വിറയ്ക്കാറില്ലയോ നമുക്ക് ആങ്കറൊക്കെ വരുന്നുള്ളത്? പിന്നെ നല്ല ആഹാരം കഴിക്കാതിരിക്കുക, നല്ല എക്സസൈസ് ചെയ്യാതിരിക്കുക, പിന്നെ ജനറ്റിക് ഫാക്ടേഴ്സും ധാരാളമുണ്ട്. അതായത് കുടുംബപരമായിട്ടുള്ള ജനറ്റിക്സിന് മലയാളം എന്തോ സാറേ? അതോ അത് ജനറ്റിക്സ് എന്നുള്ളത് മാത്രമേ ഉള്ളൂ? ജനിതക ഘടകങ്ങൾ. ജനിതക ഘടകങ്ങൾ. ചിന്നമ്മയോട് ഞാൻ പറഞ്ഞിട്ടുണ്ട് എന്നെ ഒന്ന് ഹെൽപ്പ് ചെയ്യണം, ജോസഫ് സാറും കാണുമെന്ന്. ചിന്നമ്മ എൻ്റെ ഒരു ഇംഗ്ലീഷ് ക്ലാസ്സിൽ അറ്റൻഡ് ചെയ്യുന്ന ആളാണ്. എനിക്ക് വന്ന കഴിഞ്ഞ വർഷം നിങ്ങളുടെ ക്ലാസ്സിൽ അറ്റൻഡ് ചെയ്ത ആളാണ്. താങ്ക് യു ചിന്നമ്മ. രണ്ടാമത്തെ സംഗതി, ഇമോഷണൽ കോസസ്, വൈകാരിക കാരണങ്ങളുണ്ട്. ആദ്യത്തെ എന്താണ് പറഞ്ഞത്? ഫിസിക്കൽ. രണ്ടാമത്തേത് ഇമോഷണൽ. ഒത്തിരി സ്ട്രെസ് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഈ പ്രശ്നങ്ങൾ ഉണ്ടാകും. സ്കൂളിലേത്, ജോലി സ്ഥലത്തേത്, ബന്ധങ്ങളിലേത്, വ്യക്തിപരമായിട്ടുള്ള ക്രൈസിസ്, തന്നെ ആകാൻ പോകുന്നു എന്നുള്ള ഒരു തോന്നൽ, പ്രത്യേകിച്ച് പ്രായമായിട്ടുള്ളവര്, അല്ലെങ്കിൽ മക്കൾ എന്നെ യാത്ര പറഞ്ഞ് വിദേശ രാജ്യങ്ങളിലേക്ക് പോയി, ഇതെല്ലാം വൈകാരികമായിട്ട് നമ്മളെ തളർത്തുകയും നമുക്ക് ഡിപ്രഷൻ ഉണ്ടാകുകയും ചെയ്യും. പിന്നെ നമ്മൾ ആദ്യം പറഞ്ഞ ഭാഗത്തിലേക്ക് വീണ്ടും ഒന്ന് വരികയാണ്. ഈ ജനിതകമായിട്ട് ജനറ്റിക് ഫാക്ടേഴ്സ് ഈ ഡിപ്രഷൻ ഉണ്ടാകാൻ കാരണമുണ്ട്. അങ്ങനെ ആർക്കെങ്കിലും സംശയങ്ങൾ തോന്നിയാൽ തീർച്ചയായിട്ടും ഒരു കാലതാമസവും വരാതെ ഡോക്ടർമാരെ നിങ്ങൾ കാണണം. ചിലരെ കുടുംബങ്ങളായിട്ട് പാരമ്പര്യമായിട്ട് ഡിപ്രഷനുള്ള വ്യക്തികളുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പലപ്പോഴും പറയുന്നത്, നമ്മൾ കല്യാണമൊക്കെ കഴിക്കുന്നതിന് മുമ്പ് ഇതൊക്കെ വളരെ ചിന്തിച്ചേ നമ്മൾ ചെയ്യാവൂ. പെട്ടെന്നൊന്നും ചാടിക്കേറിയൊന്നും ഒരു പെണ്ണിനെ കണ്ടു, ഒരു ചെറുക്കനെ കണ്ടു, അവൻ്റെ മുഖം എനിക്കിഷ്ടമാണ്, ശരീരഭാഗങ്ങൾ ഇഷ്ടമാണെന്നൊന്നും കണ്ട് ചാടിക്കേറിയൊന്നും കല്യാണം കഴിക്കാൻ പോകരുത്. അന്വേഷിക്കണം. പിന്നെ പല ടൈപ്പിലുള്ള ഡിപ്രഷനുണ്ട്. അത് ഞാൻ വേഗത്തിലൊന്ന് പറഞ്ഞു പോകാം. നിങ്ങൾ ഈ വിഷയങ്ങളെ കുറിച്ച് ഓർക്കുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഈ വിഷയങ്ങളൊക്കെ ദിവസങ്ങൾ പഠിപ്പിക്കേണ്ട വിഷയങ്ങളാണ്. ഇപ്പൊ എൻ്റെ ക്ലാസ്സിൽ അറ്റൻഡ് ചെയ്യുന്ന ചിന്നമ്മയ്ക്കറിയാം, ആത്മഹത്യയെക്കുറിച്ച് കഴിഞ്ഞ 6 ആഴ്ചകളായിട്ട് ഞാൻ ക്ലാസ് എടുക്കുക. ഞാൻ അസൈൻമെന്റ് എല്ലാ ആഴ്ചയിലും കൊടുക്കും. ബഹുമാനപ്പെട്ട ജോസഫ് സാറ് അസൈൻമെന്റ് കൊടുക്കുമെന്ന് പറഞ്ഞപ്പോൾ എനിക്ക് വളരെ സന്തോഷമുണ്ട്. ഞാൻ വളരെ നാളുകൾ അദ്ദേഹത്തോട് പറയുന്നതാണ്.
അസൈൻമെന്റ് ചെയ്യണം. എൻ്റെ ക്ലാസ്സിൽ അറ്റൻഡ് ചെയ്യുന്ന എല്ലാവരും അസൈൻമെന്റ് ചെയ്യണമെന്ന് എനിക്ക് നിർബന്ധമുണ്ട്. ഈ സൂയിസൈഡിനെ കുറിച്ച് ഇനി ഒരു ക്ലാസ് കൂടെ എടുത്തെങ്കിൽ മാത്രമേ അത് തീർക്കാൻ സാധിക്കുകയുള്ളൂ. നിങ്ങൾക്ക് ഇംഗ്ലീഷ് അറിയാവുന്നവരുണ്ടെങ്കിൽ കോണ്ടാക്ട് ചെയ്യുക, ജോസഫ് സാറിനോട് പറഞ്ഞാൽ മതി. അപ്പോൾ ചില വിഷയങ്ങൾ മാത്രം ഒന്ന് ടച്ച് ചെയ്ത് ചെയ്യാൻ പോകാം. ഒന്നാമത്തെ ഒരു ടൈപ്പാണ് മേജർ ഡിപ്രസീവ് ഡിസോർഡർ. അത് പെട്ടെന്നുണ്ടാകാം, ആഴ്ചകൾ, മാസങ്ങൾ, ചിലപ്പോൾ വർഷങ്ങൾ നീണ്ടു നിന്നേക്കാം. അങ്ങനെയുള്ള വ്യക്തികൾക്ക് മരുന്ന് ആവശ്യമുണ്ട്. സൈക്യാട്രിസ്റ്റ്, സൈക്കോളജിസ്റ്റിന്റെ സേവനം ആവശ്യമാണ്. മുറിയിൽ പൂട്ടിയിടുകയല്ല അത് ചെയ്യേണ്ടത്. അവർക്ക് ആവശ്യമുണ്ട്. മേജർ ഡിപ്രസീവ് ഡിസോർഡർ നമ്മുടെ സമൂഹത്തിൽ ധാരാളം വ്യക്തികൾക്കുണ്ട്. രണ്ടാമത്തെ ഒരു ടൈപ്പ് ഓഫ് ഡിപ്രഷൻ ആണ് പെർസിസ്റ്റന്റ് ഡിപ്രസീവ് ഡിസോർഡർ. അതാണ് സാധാരണഗതിയിൽ 2, 3, 4 വർഷങ്ങൾ നീണ്ടു നിൽക്കുന്നത്. ചിലപ്പോൾ മേജർ ഡിപ്രസീവ് ഡിസോർഡർ ട്രീറ്റ്മെന്റ് ഒക്കെ കൊടുത്താൽ കുറച്ചുകൂടെ ഭേദമാകും. എന്നാൽ അത് പെർസിസ്റ്റന്റ് എന്ന് പറഞ്ഞാൽ തുടർന്ന് ഉള്ള ഒരു ഡിപ്രസീവ് ഡിസോർഡറാണ്. നമ്മളെ സിക്നെസ് എന്ന് പറയുന്നത് പോലുള്ള ഒരു അവസ്ഥയാണ് ഈ ഡിസോർഡർ എന്നുള്ള വാക്കുകൊണ്ട് ഉപയോഗിക്കുന്നത്. ഓർഡർ അല്ല, ഡിസോർഡർ ആയിപ്പോയി. മൂന്നാമത്തെ ഒരു സംഗതിയാണ് ബൈപോളർ ഡിസോർഡർ. ഞാനതിൽ മലയാളത്തിൽ ഏറ്റവും എളുപ്പത്തിൽ പറയാനുള്ള ഒരു ഉദാഹരണം ഉത്തര ധ്രുവവും ദക്ഷിണ ധ്രുവവും പോലെയാണ്. രാവിലെ നല്ല രീതിയിൽ ഓഫീസിൽ പോകുന്ന ഭർത്താവ് തിരിച്ചു വരുന്നത് വേറൊരു മൂഡിലാണ്. ഇത് ഭാര്യയ്ക്കും സംഭവിക്കാം. രാവിലെ കെട്ടിപ്പിടിച്ച് ഉമ്മ കൊടുത്തിട്ട് ഭാര്യയെ വിട്ടേച്ചു പോയെന്ന ഭർത്താവ് വൈകിട്ട് വരുമ്പോൾ ഈ ഭാര്യ വേറൊരു ലോകത്തിലാണ്. ബൈപോളർ ഡിസോർഡർ ധാരാളം വ്യക്തികൾക്കുണ്ടത് നമ്മുടെ നാട്ടിൽ, ലോകത്തിലെല്ലാത്തടത്തും ഉണ്ട്. അതിനും ചികിത്സയുണ്ട്, മരുന്നുണ്ട്, ട്രീറ്റ്മെന്റ് ഉണ്ട്. പിന്നെ നാലാമത്തെ ഒരു സംഗതിയാണ് സീസണൽ അഫക്റ്റീവ് ഡിസോർഡർ. ഞാൻ വേഗത്തിൽ പേരുകൾ പറയുന്നതേ ഉള്ളൂ, എക്സ്പ്ലെയിൻ ചെയ്യാൻ നമുക്ക് സമയമില്ലാത്തതുള്ളൂ. അപ്പോൾ പ്രത്യേകിച്ച് സീസണൽ അഫക്റ്റീവ് ഡിസോർഡർ എന്ന് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് മഴക്കാലത്ത്, മഞ്ഞുകാലത്ത്, തണുപ്പുള്ളപ്പോൾ, ചില വ്യക്തികൾക്ക് നല്ല ചൂടുള്ളപ്പോഴും ഉണ്ടാകാം. അതാണ് സീസണൽ ആണ്. ഓരോ സീസൺ അനുസരിച്ചാണ് അവരുടെ ഈ രോഗം മാറിക്കൊണ്ടിരിക്കുന്നത്. പിന്നെ ഞാൻ മുമ്പേ പറഞ്ഞതായിട്ടുള്ള അഞ്ചാമത്തെ സംഗതി പോസ്റ്റ് പാർട്ടം ഡിപ്രഷൻ. ആരെങ്കിലും എഴുതേണ്ടിയവരുണ്ട്, എഴുതിക്കോ. POSTPARTUM POSTPARTUM ഡിപ്രഷൻ. അത് ഹോർമോൺ ചേഞ്ച് കൊണ്ട് സംഭവിക്കുന്നതാണ്. ഉറക്കമില്ലായ്മ, കുഞ്ഞുങ്ങളെ നോക്കുന്നതിൽ ഉറക്കം ഇളച്ചിരിക്കുന്ന അമ്മമാര്, ശരീരത്തിന്റെ ഉള്ളിൽ നടക്കുന്ന മാറ്റങ്ങൾ ഇതുകൊണ്ടൊക്കെ ഉണ്ടാകുന്നതാണ് പോസ്റ്റ് പാർട്ടം ഡിപ്രഷൻ. അങ്ങനെ ഉള്ളവർക്കും ചികിത്സ വളരെ വേഗത്തിൽ നിങ്ങൾ കൊടുക്കണം. പിന്നെ ഏറ്റവും അവസാനമായിട്ടുള്ളത്, അത് ചില ഭയങ്കരമായിട്ടുള്ളതാണ്, സൈക്കോട്ടിക് ഡിപ്രഷൻ. എനിക്ക് തോന്നുന്നത് ചിത്തഭ്രമം എന്നൊക്കെ വേണമെങ്കിൽ പറയാമെന്ന് തോന്നുന്നു. ശരിയാണോ ചിന്നമ്മേ, ജോസഫ് സാറേ?
സൈക്കോട്ടിക്, ചിത്തഭ്രമം ശരിയാണ് സർ, നമുക്ക് ശരിയാണ്. അല്ലയോ? അതെ. ഓക്കെ. അപ്പൊ ഞാനും മലയാളമൊക്കെ പഠിച്ചു വരുന്നുണ്ടല്ലയോ? ഗുഡ്. ചിത്തഭ്രമം അതായത് മേജർ ഡിപ്രഷനും ബൈപോളർ ഡിസോർഡേഴ്സ്, ഇതിന്റെ കൂട്ടത്തിൽ ഹാലുസിനേഷൻ, ഡെലൂഷൻ. ഹാലൂസിനേഷൻ എന്നുള്ളതിന്റെ മലയാളം എന്താണ്? ആരെങ്കിലും ഒന്ന് പറയാം? അതായത് ചുരുക്കത്തിൽ പറയാം, നമ്മൾ മറ്റുള്ളവര് കാണാത്ത കാഴ്ചകൾ നമ്മൾ കാണുന്നു, മറ്റുള്ളവർ കേൾക്കാത്ത ശബ്ദങ്ങൾ നമ്മൾ കേൾക്കുന്നു. ഓഡിറ്ററി ആൻഡ് വിഷ്വൽ ഹാലുസിനേഷൻസ് ഉണ്ട്. ഓഡിറ്ററി എന്ന് പറഞ്ഞാൽ കേൾവി, വിഷ്വൽ എന്ന് പറഞ്ഞാൽ കാഴ്ച. പിന്നെ ഡിലൂഷൻസ്, ആരെങ്കിലും എന്നെ ഫോളോ ചെയ്യുന്നുണ്ട്, എന്നെ ഉപദ്രവിക്കുന്നുണ്ട്, അയൽവക്കക്കാരൻ എപ്പോഴും എന്നെ കൊല്ലാനാ നോക്കുന്നത്. അതിന്റെ കൂട്ടത്തിൽ പെടുന്നതാണ് പാരനോയ. പാരനോയയുടെ ഒരു ലക്ഷണം പറഞ്ഞാൽ, ഈ പാരനോയ ഉള്ള വ്യക്തികളുടെ അടുത്തെങ്ങാനും നമ്മൾ നിന്നു പോയെങ്കിൽ അവരുടെ സംശയം നമ്മൾ അവരെ എന്തെങ്കിലും ഉപദ്രവിക്കാൻ ചെല്ലുന്നതായിട്ടാണ്. ഇനിയും ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങൾ പറയാം. ഈ കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധയോട് കേൾക്കണം, എഴുതണമെങ്കിൽ എഴുതിക്കോണം. ഡിപ്രഷൻ ഈസ് നോട്ട് എ വീക്ക്നെസ്. അതിന്റെ മലയാളം എൻ്റെ അഭിപ്രായത്തിൽ, ഈ ഡിപ്രഷൻ എന്ന് പറയുന്നത് നമ്മുടെ ഒരു ബലഹീനതയല്ല. പ്രത്യേകിച്ച് പാസ്റ്റർമാരൊക്കെ ആ കാര്യത്തിൽ വളരെ ശ്രദ്ധിക്കണം. നിങ്ങളുടെ ചർച്ചിലോ നിങ്ങളുടെ കുടുംബത്തിലോ ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ ദയവ് ചെയ്ത് അത് നിന്റെ ഒരു ബലഹീനതയാണെന്നും പറഞ്ഞ് അവരെ കൂടുതൽ ഉപദ്രവിക്കരുത്. ഞാനിത് തുറന്നു പറയുന്നതുകൊണ്ട് നിങ്ങൾ ആരും എന്നോട് പിണങ്ങരുത് കേട്ടോ. അതൊരു വീക്ക്നെസ് അല്ല. രണ്ട്, ഡിപ്രഷൻ എന്ന് പറയുന്ന സംഗതി നമ്മള് അഷെയിംഡ് ആകരുത്. അഷെയിംഡ് എന്ന് പറഞ്ഞാൽ എന്താ? നമ്മൾ അതിനെക്കുറിച്ച് ലജ്ജിക്കരുത്. ഡിപ്രഷൻ ആർക്കും ഏത് സമയത്തും എപ്പോഴും ഉണ്ടാകാവുന്നതാണ്. തിരുമേനിക്കും ഉണ്ടാകാം, പാസ്റ്റർക്കും ഉണ്ടാകാം, അച്ഛനും ഉണ്ടാകാം, പണക്കാരനും ഉണ്ടാകാം, ബിസിനസ്സുകാരനും ഉണ്ടാകാം, പാവം പിടിച്ചവനും ഉണ്ടാകാം. മൂന്ന്, ഡിപ്രഷൻ എന്ന് പറയുന്നത് ഞാൻ മുമ്പേ പറഞ്ഞതുപോലെ പെട്ടെന്നുണ്ടാകുന്ന ഒരു ചെറിയ ഇടിവല്ല, താഴ്ചയല്ല. ഞാൻ സാധാരണ ഡിപ്രഷനെ കുറിച്ച് കാണിക്കുന്ന ഒരു ഉദാഹരണമുണ്ട്. ഞാൻ എൻ്റെ കൈ പിടിച്ചാൽ, കൈക്ക് ഇപ്പോൾ ഒരു ഇടി ഇടിച്ചു കഴിഞ്ഞാൽ കൈ താപ്പെട്ടു പോകും. അതാണ് ഒരു ഇടിവെന്ന് പറയുന്നത്. അത് പലർക്കും നമുക്കുണ്ടാകാം, കുറച്ച് കഴിയുമ്പോൾ അതങ്ങ് മേപ്പെട്ടു പോകും. എന്നാൽ ആ ഇടിവ് കുറച്ച് നാളുകൾ നിന്ന് കഴിയുമ്പോഴാണ് നമ്മൾ അതിനെ ഡിപ്രഷൻ എന്ന് സാധാരണ പറയുന്നത്. 4, നമ്മൾ സാധാരണ പറയുന്ന ഒരു വാക്കുണ്ട്, നീ വിചാരിച്ചാൽ ഈ ഡിപ്രഷനിൽ നിനക്ക് കരകയറാം. നല്ലതാണ്, ഉപദേശമൊക്കെ നല്ലതാണ്, അവനും ശ്രമിക്കണം. പക്ഷെ നമ്മൾ അവനൊരു കൈത്താങ്ങൽ കൊടുത്തേലേ ഒക്കത്തുള്ളൂ. അല്ലാതെ പെട്ടെന്ന് അവൻ തീരുമാനിച്ചാൽ ഡിപ്രഷനിൽ നിന്ന് മാറാൻ സാധിക്കുകയില്ല. അവസാനമായിട്ടുള്ളത്, ഈ ഡിപ്രഷൻ എന്ന് പറയുന്ന സംഗതി നമ്മൾ സീക്രട്ടായിട്ട് സൂക്ഷിക്കേണ്ട കാര്യങ്ങൾ അല്ല. പിന്നെ അവസാന ഭാഗത്തിലേക്ക് കടക്കുക.
ഡിപ്രഷനിൽ നിന്ന് മാറണമെന്നുണ്ടെങ്കിൽ ഒരു യാത്ര പോലെയാണ്. ഒരു യാത്രയ്ക്കൊരു തുടക്കമുണ്ട്, ഒരവസാനമുണ്ട്. പെട്ടെന്ന് അത് തീരുകയല്ല. നിങ്ങൾ ആരെങ്കിലും കണ്ണൂരിൽ നിന്ന് തിരുവനന്തപുരത്തേക്ക് പോകുന്നത് പോലെ, കണ്ണൂരിൽ നിന്ന് ട്രെയിൻ കയറി പോകുന്നത് പോലെ, അത് തിരുവനന്തപുരം ചെല്ലുന്നത് വരെ മണിക്കൂറുകൾ എടുക്കും. ഡിപ്രഷൻ ഭേദമാകണമെങ്കിൽ ദിവസങ്ങൾ, വർഷങ്ങൾ ചിലപ്പോൾ എടുത്തെന്ന് വന്നേക്കാം. പിന്നെ നിങ്ങൾക്ക് ആർക്കേലും ഡിപ്രഷൻ വരുന്നു, അല്ലെ നിങ്ങൾക്ക് അറിയുന്നവർക്ക് വേണമെങ്കിൽ 3-4 സജഷൻസ് ചെയ്യാൻ പറയാം. ഒന്ന്, സ്റ്റേ കണക്റ്റഡ് ടു യുവർ ഇമോഷണൽ സപ്പോർട്ട് സിസ്റ്റം. ഫ്രണ്ട്സ്, ഫാമിലി, ചർച്ച്, സമൂഹം, അവര് നമ്മളോട് സഹായം ചോദിച്ചില്ലെങ്കിലും നമ്മൾ അവരുടെ കൂടെ എപ്പോഴും ഉണ്ടായിരിക്കണം. ഞാൻ ഉദാഹരണം പറയാം. ഇപ്പൊ നിങ്ങളുടെ ചർച്ചില്, നിങ്ങളുടെ കുടുംബത്തിൽ ആർക്കെങ്കിലും ഡിപ്രഷൻ ഉണ്ടെങ്കിൽ അവരെ തന്നെ ആക്കിയേച്ച് ഞാൻ നിനക്ക് വേണ്ടി പോയി പ്രാർത്ഥിക്കാമെന്നും പറഞ്ഞ് പോകരുത്. നിങ്ങൾ അവരുടെ കൂടെ സ്റ്റേ ചെയ്യണം, കണക്റ്റഡ്. ഈ ഡിപ്രഷൻ ഉള്ള വ്യക്തികൾ ചെയ്യുന്ന വലിയ ഒരു തെറ്റെന്നാണെന്ന് ചോദിച്ചാൽ, അവര് മറ്റുള്ളവരിൽ നിന്ന് ഒഴിഞ്ഞു പോകാനായിട്ട് ശ്രമിക്കും. അത് അവരങ്ങനെ ചെയ്യും. പക്ഷെ നമ്മൾ അവരെ ഉപേക്ഷിക്കരുത്. നിങ്ങൾക്കത് മനസ്സിലായി കാണുമല്ലോ. ഡിപ്രഷനുള്ള വ്യക്തി നമ്മളിൽ നിന്ന് അകലാൻ ശ്രമിക്കും, പക്ഷെ നമ്മൾ അവരെ അകറ്റി നിർത്തരുത്. അങ്ങനെ ആണെങ്കിൽ അവർക്ക് ആ ഡിപ്രഷൻ ഓവർകം ചെയ്യാനായിട്ട് സാധിക്കുകയില്ല, ബുദ്ധിമുട്ടാവും. 2, നിങ്ങൾക്ക് ആർക്കെങ്കിലും ഡിപ്രഷൻ വരികയാണെങ്കിൽ ദയവ് ചെയ്ത് സഹായത്തിന് ചോദിക്കണം. അവിടെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം. ഞാനിപ്പം നിങ്ങളോടൊരു സഹായം ചോദിച്ചാൽ ഫോൺ താഴെ വെക്കുന്നതിന് മുമ്പ് നിങ്ങൾ 4 പേരോട് വിളിച്ച് പറയുകയല്ല അത് ചെയ്യേണ്ടത്. നമ്മളത് കേൾക്കണം. നമ്മൾ അവന്റെ ഷൂസിൽ ഒന്ന് നടന്നു നോക്കണം. നമുക്ക് പ്രയാസമുണ്ടെങ്കിൽ നമ്മൾ ആരോടെങ്കിലും അത് പറയണം. പലരും പറയാൻ മടിക്കുന്നത് നാണംകേട് കൊണ്ടാണ്. അപ്പൊ ആ സമൂഹം അതിൽ നിന്ന് മാറുന്ന അവസ്ഥ ഉണ്ടാകണം. 3, നിങ്ങളുടെ ശരീരത്തിന്റെ ആരോഗ്യം വളരെ പ്രാധാന്യമുള്ള സംഗതിയാണ്. റെഗുലറായിട്ട് എക്സസൈസ് ചെയ്യണം. നിങ്ങളുടെ ബ്രെയിൻ വർക്ക് ചെയ്യണം. എങ്കിൽ മാത്രമേ ഡിപ്രഷനിൽ നിങ്ങൾക്ക് കരകയറാനായിട്ട് ഒക്കത്തുള്ളൂ. ആവശ്യമില്ലാതുള്ള ജങ്ക് ഫുഡുകൾ, യാതൊരു പ്രയോജനവുമില്ലാത്ത ചില ആഹാരങ്ങളൊക്കെ ഉണ്ടല്ലോ. ജങ്ക് ഫുഡ് എന്താണെന്ന് പറഞ്ഞാൽ ഞങ്ങൾക്കെല്ലാം അറിയാം. വഴി കാണുന്നതെല്ലാം വാങ്ങിച്ച് കഴിച്ച് ആരേലും ഫോൺ ഉണ്ടെങ്കിൽ ഒന്ന് ഓഫ് ചെയ്യണേ. ഒന്ന് പ്ലീസ് ഫോൺ ഓഫ് ചെയ്യണേ. 4, മറ്റുള്ളവരോട് പറയാനായിട്ട് നമ്മളൊരു ശ്രമമെങ്കിലും നടത്തണം. നമ്മുടെ ഭാഗത്തു നിന്ന് അത് കേൾപ്പാനുള്ള ഒരു മനസ്സും നമുക്കുണ്ടായിരിക്കണം. അല്ലാതെ ഒരാൾ പറഞ്ഞു കഴിഞ്ഞാൽ അവനെ കുറ്റപ്പെടുത്തി അനാത്മികനായിട്ട് തള്ളിക്കളയുന്ന പ്രവണത നമ്മൾ അവസാനിപ്പിക്കണം. ആ ഭാഗത്തിൽ 5-ാമത്തെ കാര്യം പറയാനുള്ളത്, നിങ്ങൾ മെഡിക്കൽ ഹെൽപ്പ്, സൈക്കോളജിക്കൽ ഹെൽപ്പ്
സൈക്യാട്രിക് ഹെൽപ്പ് എടുക്കുന്നതിൽ ഒരു ലജ്ജയും നിങ്ങൾ കാണിക്കരുത്. കാരണം ഇന്ന് ധാരാളം ട്രീറ്റ്മെന്റ് മരുന്നുകൾ ഇതിന് ഉണ്ട്. ആന്റി ഡിപ്രസന്റ് മെഡിക്കേഷൻ ഇന്ന് അവൈലബിൾ ആണ്. സൈക്കോളജിക്കൽ കൗൺസിലിംഗ്, ഇപ്പൊ നിങ്ങളെ കൊണ്ട് കൗൺസിലിംഗ് കൊടുക്കാൻ ചിലപ്പോൾ സാധിച്ചില്ലെന്ന് വന്നേക്കാം. പക്ഷെ നിങ്ങൾക്ക് ചെയ്യാവുന്നത് ജോസഫ് സാറ് പറഞ്ഞതുപോലെ അവരെ ചേർത്ത് പിടിച്ച് ആശ്വസിപ്പിച്ചിട്ട് അതിനുള്ള കഴിവുള്ളവരെ കാണിക്കുക. പിന്നെ അവസാനമായിട്ട് ആ ഭാഗത്ത് എനിക്ക് പറയുവാനായിട്ടുള്ളത്, ബി കൈൻഡ് യുവേഴ്സ് സെൽഫ്. നിങ്ങളും ഹ്യൂമൻസ് ആണ്, എനിക്കും സംഭവിക്കാം, മറ്റുള്ളവർക്കും ഇത് സംഭവിക്കാം എന്ന് കണ്ട് നമ്മൾ നമ്മോട് തന്നെ ദയ കാണിക്കണം. നമ്മളെ ശപിക്കാൻ നമ്മൾ പോകരുത്. പിന്നെ സമയത്താൽ എല്ലാം ഞാൻ വിവരിച്ചു പറയുന്നില്ല. ആഹാരക്രമങ്ങൾ നല്ലത്. ടർക്കി ചിക്കൻ, ബ്രസീൽ നട്ട്സ്, ക്യാരറ്റ്, ക്ലാംസ് ആൻഡ് മസിൽസ്, കോഫി വല്ലപ്പോഴും, എപ്പോഴും കോഫി ഒത്തിരി കുടിക്കണമെന്നല്ല. പച്ചക്കറികള്, സാൽമൺ ഫിഷ്, മിൽക്ക്, ഇതൊക്കെ നല്ലതാണ്. ആരെങ്കിലും നിങ്ങളുടെ കുടുംബത്തിൽ ആൽക്കഹോളോ ജങ്ക് ഫുഡോ കഴിക്കുന്നെങ്കിൽ അവരത് നിർത്താനായിട്ട് പറയുകയും വേണം. ഇനി അവസാനം ഒരു 3-4 മിനിറ്റ് കൊണ്ട് ഞാൻ നിർത്തുക. നിങ്ങളുടെ കൂട്ടത്തിൽ ആരെങ്കിലും, ഹലോ, ആ ഫോൺ ഓൺ ആയൊന്ന് നിർത്തണേ പ്ലീസ്. നിങ്ങളുടെ ചർച്ചിലോ നിങ്ങളുടെ കുടുംബത്തിലോ ആർക്കെങ്കിലും പെട്ടെന്ന് അവർ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സംഗതി ചെയ്യാനുള്ള മനസ്ഥിതി ഇല്ല എങ്കിൽ നിങ്ങൾ വളരെ അവരെ ശ്രദ്ധിക്കണം. പെട്ടെന്ന് ആരെങ്കിലും ഡ്രഗ്സോ ആൽക്കഹോളോ എടുക്കുകയോ അവരുടെ വേഷവിധാനത്തിൽ പെട്ടെന്ന് മാറ്റങ്ങളൊക്കെ വരുത്തുകയോ ചെയ്താലും നിങ്ങൾ സൂക്ഷിക്കണം. കുഞ്ഞുങ്ങൾ പെട്ടെന്ന് ക്ലാസ്സിൽ പോകുന്നില്ലെങ്കിൽ അത് ശ്രദ്ധിക്കണം. സ്കൂള് കഴിഞ്ഞ് വന്ന് കളികളിൽ ഏർപ്പെടുന്നില്ലെങ്കിൽ അത് ശ്രദ്ധിക്കണം. ചിലപ്പോൾ കുഞ്ഞുങ്ങള് ബാഡ് വേർഡ്സ് പെട്ടെന്ന് ഉപയോഗിക്കാനായിട്ട് തുടങ്ങിയാൽ ശ്രദ്ധിക്കണം. മുറി അടച്ചിട്ട് വെളിയിൽ വരാതിരുന്നാൽ നിങ്ങൾ സൂക്ഷിക്കണം. മരണത്തെക്കുറിച്ചോ ആത്മഹത്യയെക്കുറിച്ചോ ആരെങ്കിലും പെട്ടെന്ന് പറയാൻ തുടങ്ങിയാൽ അത് നിങ്ങൾ സൂക്ഷിക്കണം. ഇനിയും ഒരു 5 കാര്യങ്ങൾ പെട്ടെന്ന് വാക്കുകൾ മാത്രം പറഞ്ഞ് ഞാൻ നിർത്തുക. ആരെങ്കിലും നിങ്ങളോട് ഡിപ്രഷൻ ഉണ്ടെന്ന് പറഞ്ഞാൽ ഈ 5 കാര്യങ്ങൾ നിങ്ങൾ ചെയ്യരുത്. നമ്മൾ സാധാരണ പറയുന്ന വാക്കുണ്ട്. ആരെങ്കിലും നമ്മളോട് പറഞ്ഞാൽ, ഓ, ഞാൻ ഇതിൽ കൂടുതൽ പ്രയാസത്തിൽ കൂടെ കടന്നുപോയ വ്യക്തിയാ, നിന്നെക്കാട്ടിൽ എന്ത് പ്രയാസമാണ് അങ്ങേപ്പുറത്തെ പുള്ളി അനുഭവിക്കുന്നത്. അത് പറയരുത്. അങ്ങേപ്പുറത്തെ പുള്ളിയും നമ്മളും ആ പുള്ളിയും വ്യത്യസ്ത വ്യക്തികളാണ്. അത് ഇംഗ്ലീഷിൽ ഇങ്ങനെ പറയുന്നത്, there are people who have it much worse than you. എന്ന് വെച്ചാൽ നീ അനുഭവിക്കുന്നതൊന്നുമില്ല, നിന്നെക്കാട്ടിൽ കൂടുതൽ അനുഭവിച്ചവരുണ്ടെന്ന് പറയുന്നത് നമ്മൾ അവനെ ഉപദ്രവിക്കുന്നതിന് തുല്യമാണ്. ദേവിയത് അത് പറയരുത്. ഒന്നാമത്തെ സംഗതി. രണ്ടാമത്തെ സംഗതി, പ്രത്യേകിച്ച് ശുശ്രൂഷകന്മാര്, കൗൺസിലിങ് ചെയ്യാൻ താല്പര്യമുള്ളവർ പറയരുതാത്ത ഒരു കാര്യമുണ്ട്. ഹാപ്പിനെസ് ഈസ് എ ചോയ്സ്. സന്തോഷം വേണോ വേണ്ടായോ എന്ന് നീ തീരുമാനിക്കണം. വാസ്തവമുണ്ടത്. പക്ഷെങ്കിൽ ഡിപ്രഷൻ വന്ന വ്യക്തിയോടത് പറയരുത്. കാരണം അവൻ വരുത്തി വെക്കുന്നതായിരിക്കും ഏലിത്.
ചിലപ്പോൾ നമ്മൾ ചെയ്യുന്ന ചില പ്രവൃത്തികൾ കൊണ്ടാകാം. അതുകൊണ്ട് ദയവ് ചെയ്ത് പറയല്ല സന്തോഷം എന്നുള്ളത് നിന്റെ ചോയ്സ് ആണ്, പറയരുത്. 3, നിനക്ക് മരുന്നൊന്നും വേണ്ട, പ്രാർത്ഥന മാത്രം മതി. അല്ലേ, ഒരു 3 ദിവസം നീ ഉപവാസം എടുത്താൽ മതി. ഞാൻ ഉപവാസത്തിനോ പ്രാർത്ഥനയ്ക്കോ ഒന്നും എതിരല്ല, നല്ല കാര്യങ്ങളാണ്. അല്ലേ, നീ രാവിലെയും വൈകിട്ടും ഉച്ചയ്ക്കും ചർച്ച് വന്നേച്ചാൽ മതി. ചർച്ചിലും വരണം, മരുന്നും എടുക്കണം. മരുന്ന് എടുക്കരുതെന്ന് നമ്മൾ പറയരുത്. 4, ഇപ്പൊ ഒരാഴ്ച ഞാൻ ഡിപ്രഷനായി, അടുത്ത ആഴ്ചയിൽ ഞാൻ ചർച്ചിൽ വന്നു, അല്ലെ മറ്റു പല കാര്യങ്ങളൊക്കെ ചെയ്തു, 3-ാമത്തെ ആഴ്ച വീണ്ടും ഡിപ്രഷൻ ഉണ്ടായെങ്കിൽ അവനോട് പറയലോ നിനക്ക് വീണ്ടും ഉണ്ടായോ എന്നുള്ളത്. പറയരുത്, പറയരുത്, പറയരുത്. അതവനെ ഇടിച്ച് താഴ്ത്തി താഴെ ഇടുന്നതിന് തുല്യമാണ്. അവനെയാണ് ചേർത്ത് പിടിക്കേണ്ടത്. പിന്നെ ഒരിക്കലും പറയരുതാത്ത ഒരു സംഗതി പറയാം. പറയേണ്ട അവസരം ഉണ്ട്, അനവസരത്തിൽ പറയരുത്. പ്രത്യേകിച്ച് ക്രിസ്തീയ ഫീൽഡിലുള്ളവരോട് ഞാൻ പറയട്ടെ, ഉടനെ ചോദിക്കല്ല നീ രാവിലെയും വൈകിട്ടും പ്രാർത്ഥിക്കുന്നുണ്ടോ, നീ രാവിലെയും വൈകിട്ടും വേദോസ്തവം വായിക്കുന്നുണ്ടോ. നമ്മുടെ ഉദ്ദേശം നല്ലതാണ്, പ്രാർത്ഥിക്കുകയും വേദോസ്തവം വായിക്കുകയും ഒക്കെ നല്ലതാണ്. പക്ഷെ ഒരു രോഗിയായ വ്യക്തിക്ക് അത് ചെയ്യാൻ ചിലപ്പം തോന്നിയില്ലെന്ന് വരും. അപ്പൊ നമ്മളിത് പറഞ്ഞു കഴിയുമ്പോൾ അവൻ്റെ ഉള്ളിൽ ഉണ്ടാകുന്നത് എന്നാണെന്നറിയാമോ? ഞാൻ പ്രാർത്ഥിക്കാത്തത് കൊണ്ടാണ്, അല്ലെങ്കിൽ ഞാൻ വേദോസ്തവം വായിക്കാത്തത് കൊണ്ടാണ്. അവിടാണ് വേദപുസ്തകത്തിൽ പറയുന്ന ഒരു കാര്യം ഞാൻ എപ്പോഴും ഓർമ്മിപ്പിക്കുന്നത്, എല്ലാം ചന്തവും ഉചിതവുമായിട്ട് നമ്മൾ ചെയ്യണം. പിന്നെ നമ്മൾ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം, അവരെ ചേർത്ത് പിടിക്കണം. ദൈവം നിങ്ങളെ എല്ലാം അനുഗ്രഹിക്കട്ടെ. സമയമില്ലാത്തത് കൊണ്ട് വേഗത്തിൽ നിർത്തുകയാണ്. നിങ്ങൾക്ക് ആർക്കെങ്കിലും വല്ല ചോദ്യങ്ങളുണ്ടെങ്കിൽ ഞാൻ ക്ലാസ് കഴിഞ്ഞ ഒരു 10 മിനിറ്റ് 15 മിനിറ്റ് ഇവിടെ കാണും. നിങ്ങൾക്ക് വേണമെങ്കിൽ എന്നോട് ചോദിക്കാം. ജോസഫ് സാറേ, പ്രാർത്ഥിച്ചു വേണേൽ നിർത്തിക്കോ, സമയമില്ലാത്തത് കൊണ്ട് കേട്ടോ. ഓക്കെ, നമുക്ക് പ്രാർത്ഥിച്ച് ഇന്നത്തെ ഈ മീറ്റിംഗ് അവസാനിപ്പിക്കാം. സാറ് ഉണ്ടാകുമെന്നാ പറഞ്ഞ്. ആർക്കെങ്കിലും എന്തെങ്കിലും ചോദ്യങ്ങൾ ചോദിക്കണമെങ്കിൽ നിങ്ങൾക്ക് 5 മിനിറ്റോ 10 മിനിറ്റോ ഈ ഗ്രൂപ്പിൽ തുടരാവുന്നതാണ്. നമുക്ക് പ്രാർത്ഥിക്കാം. കെൻസ്മോൻ കട്ടപ്പന, കെൻസ്മോൻ പ്രാർത്ഥിച്ച് ഇന്നത്തെ മീറ്റിംഗ് അവസാനിപ്പിച്ചാട്ടെ. പ്രാർത്ഥിക്കാം. പരിശുദ്ധനെ നല്ല കർത്താവെ, നല്ല സമയത്തിനായി ഞങ്ങൾ അങ്ങയുടെ സന്നിധാനം എടുത്തു വരുന്ന പിതാവേ, അല്പനിമിഷങ്ങൾ കർത്താവ് വേദവചന പഠനവുമായി അങ്ങയുടെ സന്നിധാനമായിരിക്കുന്ന കർത്താവ് ഞങ്ങളെ സഹായിച്ചുവല്ലോ. വിവിധ കാര്യങ്ങൾ ഡിപ്രഷനുമായി ബന്ധപ്പെട്ട് പ്രിയ സാറിലൂടെ അനുഗ്രഹിക്കപ്പെട്ട ക്ലാസ് ഞങ്ങളെ കേൾപ്പിച്ചതിനായി നന്ദി പറയുന്ന കർത്താവെ, അത് ഞങ്ങളുടെ ഓരോ ജീവിതത്തിലും പരിശോധിക്കുവാനൊക്കെ കർത്താവ് ഞങ്ങളെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ക്ലാസ് എടുത്ത പ്രിയ സാറിനെ ഓർത്ത് സ്തോത്രം ചെയ്യുന്നു. തരദാസനെയും കർത്താവ് അനുഗ്രഹിക്കുമാറാകണം. ഈ ക്ലാസ്സിൽ പങ്കെടുത്ത എല്ലാവരെയും ദൈവകരങ്ങളിലേക്ക് സമർപ്പിക്കട്ടെ. പരിശുദ്ധനെയും എല്ലാവരെയും ആത്മിക ചൈതന്യത്താൽ നിറയ്ക്കുമാറാകണം. പ്രാർത്ഥന കേൾക്കണം യേശുവിൻ ധന്യമുള്ള നാമത്തിൽ തന്നെ. പിതൃപുത്ര പരിശുദ്ധാത്മാവാന്തരിക ദൈവത്തിന്റെ കൃപയും സ്നേഹവും കൂട്ടായ്മയും നാം എല്ലാവരോടും പ്രത്യേക ക്ലാസ് എടുത്ത കർത്താവിന്റെ ദാസനോടുകൂടെയും ഈ ക്ലാസ്സിൽ പങ്കെടുത്ത എല്ലാ പ്രിയപ്പെട്ടവരോടെയും ഇപ്പോഴും എപ്പോഴും ഇരിക്കുമാറാകട്ടെ. ആമേൻ. താല്പര്യമുള്ളവർക്ക് അല്പനിമിഷം കൂടെ തുടരാം. ആർക്കെങ്കിലും എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കാം. സാറേ ലാസ്റ്റ് പറഞ്ഞില്ലേ ഒരു ഡിപ്രഷൻ ഉണ്ടെന്ന് പറയുമ്പോൾ ചോദിക്കരുത് അല്ലെ പറയരുത് എന്ന് പറഞ്ഞതില് ഫസ്റ്റ് കാര്യം ഒന്നുകൂടൊന്ന് പറയാമോ? പറയാം.
ഫസ്റ്റ് കാര്യം എന്ന് പറയുന്നത്, നിനക്ക് ഉള്ളതിനെക്കാട്ടിൽ ഭയാനകമായിട്ട് മറ്റുള്ളവർക്ക് ഉണ്ട് എന്ന് വെച്ചാൽ നിന്റെ ഇത് സാരമില്ലെന്നുള്ള ഒരു പറച്ചില്. ഓക്കെ, മനസ്സിലായോ? മനസ്സിലായി. നമ്മൾ താങ്ക്സ്. സാധാരണ പറയുന്നതാണല്ലോ, ഒരാൾക്ക് ഒരു കടമുണ്ടെന്ന് പറയുമ്പോൾ നിന്നെക്കാട്ടി വലിയ കടമുള്ളവര് ഈ ഭൂമിയിൽ ഉണ്ടായിരുന്നെന്നൊക്കെ നമ്മൾ പറയാറില്ലയോ? അതെ. അപ്പൊ അങ്ങനെ മാത്രം പറയില്ല. അത് താങ്ക്സ്. നമ്മൾ അവനെ വില കുറച്ച് കാണുകയാണ്. താങ്ക് യു സർ. ഓക്കെ. വേറെ ആർക്കെങ്കിലും ഉണ്ടോ എന്തായാലും ചോദ്യങ്ങള്? ഒരു സംശയം ചോദിച്ചോളൂ സാറേ. പറഞ്ഞോ. സാർ പറഞ്ഞപ്പം നമ്മൾ ഇങ്ങനെ അവരോട് പ്രതികരിക്കരുതെന്ന് പറഞ്ഞു. അങ്ങനെ ഒരു സംഭവം നമുക്ക് ഇപ്പൊ ഡിപ്രഷൻ ഉള്ളതാണെന്ന് മനസ്സിലായാൽ നമ്മൾ അവരെ എങ്ങനെയാണ് അപ്രോച്ച് ചെയ്യേണ്ടത്? നമ്മള് അവരോട് ഞാൻ പറഞ്ഞല്ലോ, അവരോട് സ്നേഹത്തോടെ കരുതലോടെ അവന്റെ പ്രശ്നങ്ങൾ നമ്മൾ കേൾക്കണം. നമ്മൾക്ക് അവന് രോഗമുണ്ടെന്ന് മനസ്സിലായി കഴിഞ്ഞാൽ നമ്മൾ അതിന് കഴിവുള്ളവരെ നമ്മൾ അവന്റെ അടുക്ക കൊണ്ടുപോകണം. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞ ഡോക്ടർമാരെ സമീപിക്കണം, അതിന് എക്സ്പീരിയൻസ് ആയിട്ടുള്ള കൗൺസിലർമാരെ നമ്മൾ സമീപിക്കണം. നമ്മളത് മറച്ചു വെക്കരുത്, രഹസ്യമായിട്ട് വെക്കരുത്. നമ്മൾ ചികിത്സിക്കാൻ പോകരുത്. പക്ഷെ അവരെ ഏതെങ്കിലും വിധത്തിൽ അതിന് കഴിവുള്ള വ്യക്തിയുടെ അടുക്കൽ നമ്മൾ കൊണ്ടുപോകണം. ഇപ്പൊ ഉദാഹരണമായിട്ട് പനി വന്നു, നമ്മളെന്തോ അവർ ചെയ്യുന്നത്? നമ്മൾ വീട്ടിൽ കൊടുക്കാവുന്ന കഞ്ഞിവെള്ളം കൊടുത്തു, അല്ലെങ്കിൽ എന്തെങ്കിലും ഇലയരച്ചതൊക്കെ കൊടുത്തു. പക്ഷേ അതൊന്നും ശരിയാകുന്നില്ല. അടുത്ത് നമ്മൾ എന്തോ ചെയ്യുന്നത്? ആശുപത്രിയിൽ പോകും. അതാണ് ചെയ്യേണ്ടത്. അവര് മടി കാണിക്കും, പക്ഷെ നമ്മൾ കൊണ്ടുപോകണം. അത് നമ്മുടെ ഉത്തരവാദിത്വമാണ്. ഈസി അല്ല, ബുദ്ധിമുട്ടാണ്. അതുകൊണ്ടൊക്കെയാണ് ഈ ക്ലാസ്സിലൊക്കെ എല്ലാവരും അറ്റൻഡ് ചെയ്യണമെന്ന് ഞങ്ങളൊക്കെ പറയുന്നു. അത് മനസ്സിലായോ സാറേ? ഹലോ ലൈൻ കട്ടായി കാണും. സാറേ, എനിക്കൊരു സംശയം. ഈ മാനസിക രോഗത്തിന്റെ, ഗുരുതരമായ മാനസിക രോഗത്തിന്റെ പട്ടികയിലല്ലേ നമ്മൾ ഡിപ്രഷൻ പെടുത്തുന്നത്, അതോ ലഘു മാനസിക രോഗങ്ങളാണ്? അല്ല, അതിൽ ലഘുവാണ്. ഞാൻ ആദ്യം പറഞ്ഞല്ലോ, ലഘു മാനസിക രോഗങ്ങളും ലഘു ഡിപ്രഷനും ഉണ്ട്, മേജറും ഉണ്ട്. ഓക്കെ. ഈ ലഘു എന്ന് പറയുന്നത്, നമുക്കിപ്പം പരീക്ഷയിലൊന്ന് തോറ്റു, നമ്മള് ഒരു ഡിപ്രഷനായി. അല്ലേ സാറ് ഒരു റെയിൽവേ സ്റ്റേഷനിൽ പോയി ഒരു ട്രെയിനിന് വേണ്ടി പോയി, ട്രെയിൻ അങ്ങ് പോയി അന്നേരം ഒരു ചെറിയ ഡിപ്രഷൻ ഉണ്ടാവും, ഇല്ലയോ? അതല്ല, അത് ഡിപ്രഷന്റെ കൂട്ടത്തിൽ വരുന്നതാണ്. അത് വേണമെങ്കിൽ ഒരു ഡിപ്രഷന്റെ ആരംഭകാലമെന്ന് വേണമെങ്കിൽ, ഒരു ലഘുവെന്ന് വേണമെങ്കിൽ പറയാം. നമ്മൾ ഈ ലഘുഭക്ഷണമൊന്നും വലിയ മീലെന്നൊക്കെ പറയത്തില്ലയോ? അല്ലെങ്കിൽ ഡിപ്രഷൻ എന്ന് പറയുന്നത് പല രീതിയിലുണ്ട്. നമുക്കിപ്പം പനി എന്ന് പറഞ്ഞാൽ തന്നെ പല വകുപ്പിലുള്ള പനി ഇല്ലയോ സാറേ? ഉണ്ട്. ചിലത് മരിക്കാനുള്ള പനിയുണ്ട്, ഇല്ലയോ? ചില പനി വന്നാൽ മരിച്ചു പോകും. ചില പനി ഒരു ദിവസം കഴിഞ്ഞാൽ അങ്ങ് മാറിപ്പോകും എന്ന് പറഞ്ഞ പോലെ ഡിപ്രഷൻ. നമ്മളത് ഏതാണെന്ന് അറിയാതെ നമ്മളത് തള്ളിക്കളയരുത്. ഓക്കെ സാറേ. അപ്പൊ സാർ ഈ ക്ലാസ് തുടരണം. സാറോട് ഇംഗ്ലീഷിലെടുത്ത നമ്മുടെ ആ ആത്മഹത്യാ പ്രവണതയൊക്കെ 1-2 ക്ലാസ്സുകൾ ഇവിടെ എടുക്കണം. അത് ഞാൻ അറിയിക്കാം. സാറിന്റെ സൗകര്യം അനുസരിച്ച് ഡേറ്റ് ക്രമീകരിക്കാം. ഓക്കെ. ഇനി ആർക്കെങ്കിലും ഉണ്ടോ? 1-2 പേർക്കുണ്ടെങ്കിൽ ചോദിക്കാം കേട്ടോ. ഹലോ സാർ, പറഞ്ഞോ. ഡിപ്രഷൻ എന്തുകൊണ്ട് സംഭവിക്കുന്നു എന്നതില് 3 റീസൺസ് പറഞ്ഞല്ലോ. കുഞ്ഞെ, ക്യാമറ ഒന്ന് ഓൺ ചെയ്യേ. ആളുടെ മുഖം ഒന്ന് കാണാമല്ലയോ? ബുദ്ധിമുട്ടാണേ വേണ്ട കേട്ടോ. അതില് ഫസ്റ്റ് ഫിസിക്കലി പറഞ്ഞിട്ടുണ്ടായിരുന്നു. രണ്ടാമത്തെ 3-മത്തെ ഒന്നും കൂടെ ഒന്ന് പറയാവോ?
ഒന്ന് ഇമോഷണലായിട്ട് വൈകാരികമായിട്ട് നമ്മള് ഇപ്പൊ നൈരാശ്യം ഉണ്ടാകുക. പറഞ്ഞു മനസ്സിലായോ? മനസ്സിലായി. നൈരാശ്യം അപ്പൊ അങ്ങനൊക്കെ ഉണ്ടായി കഴിഞ്ഞാൽ നമുക്കുണ്ടാവും. പിന്നെ കുടുംബപരമായിട്ട് ഡിപ്രഷൻ ഉള്ളവരുണ്ട്. അതായത് ജനറ്റിക് എന്ന് വേണമെങ്കിൽ പറയാം, പാരമ്പര്യമായിട്ട്. മനസ്സിലായോ? മനസ്സിലായി സർ. അപ്പൊ ഈ 3 കാരണങ്ങളാണുള്ളത്. താങ്ക് യു സർ. ഓക്കെ. ഇനി ആർക്കെങ്കിലും ഉണ്ടോ ചോദ്യങ്ങള്? ഓക്കെ, ഇനി ആർക്കെങ്കിലും ചോദ്യങ്ങൾ ഇല്ലെങ്കിൽ നമുക്ക് വേണമെങ്കിൽ നിർത്താം കേട്ടോ. ഓക്കെ സാറേ, താങ്ക് യു. വളരെ മനോഹരമായ ക്ലാസ്സിന് ദൈവം ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. ഇനിയും ഞങ്ങളുടെ സംശയം തീർക്കാൻ വേണ്ടി സാറ് ഉണ്ടാകുന്ന വിശ്വാസത്തോടെ നിർത്തുന്നു. ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ് എവരിവൺ. ഗുഡ് നൈറ്റ്. ഓക്കെ, താങ്ക് യു. താങ്ക് യു. താങ്ക് യു സർ. ഓക്കെ. ഗോഡ് ബ്ലെസ് യു.